ഇന്ന് ടെലിവിഷനിലൂടെ എന്നെ വീക്ഷിക്കുന്നവരെ, തിങ്കളാഴ്ച തോറും പാലായിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് നിരപ്പൽ ബിൽഡിങ്സിൻ്റെ 2ാം നിലയിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും. ആ മീറ്റിങ്ങിൽ നിന്നാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ആ മീറ്റിങ്ങിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ടെലിവിഷനിൽ നിന്ന് തന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ, അതിപ്രധാനമേറിയ ഒരു ടോപ്പിക്കിലേക്ക്, ഒരു പ്രമേയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ടൈറ്റിൽ, തലക്കെട്ട് ഇതാണ്: കൃപ. കൃപ പാപം ചെയ്യുവാനുള്ള അനുമതിയോ? കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസാണോ? കൃപയുടെ ഉപദേശം കേട്ടാൽ പാപത്തിൽ മുഴുകി ജീവിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടാകുമോ എന്നുള്ള വിഷയമാണ് സംസാരിക്കുവാനായി പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. ഞാനിന്ന് പറയുന്ന ഈ ആശയങ്ങളെല്ലാം വചനത്തിൽ നിന്ന് വായിക്കുന്നവയാകിയാൽ നിങ്ങൾ എന്നോടൊപ്പം തന്നെ വായിച്ച് ഇതിനൊപ്പം വന്നാൽ നിങ്ങൾക്ക് ഈ ആശയങ്ങൾ കൂടുതൽ മനസ്സിലാകും. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം: ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പം പാപം ചെയ്തപ്പം കൃപ പെരുകി, അതുകൊണ്ട് ഒത്തിരി പാപം ചെയ്താൽ ഒത്തിരി കൃപ പെരുകും എന്ന് കൃപയുടെ സുവിശേഷകർ അല്ലെങ്കിൽ ഗോസ്പൽ ഓഫ് ഗ്രേസ് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപത്തിനുള്ള മറുപടിയാണിത്. ഒരിക്കലുമില്ല, അതല്ല വാക്യത്തിൻ്റെ അർത്ഥം. 2 റിയാലിറ്റികൾ ആ വാക്യത്തിനകത്തുണ്ട്. 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം: കൃപ പെരുകേണ്ടതിന്, ആകയാൽ എന്തു പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? കൃപ പെരുകാൻ വേണ്ടി പാപം ചെയ്യണം എന്നല്ല 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ചിലരുടെയെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന ഒരു മനോഭാവത്തെയാണ് പൗലോസ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. വാസ്തവത്തിൽ പാപം ചെയ്തപ്പം കൃപ പെരുകിയോ? അത് ഒന്ന് തൊടാം, എന്നിട്ട് പിന്നെ ഇതിൻ്റെ ആശയത്തിലേക്ക് നമുക്ക് വരാം. പാപം ചെയ്തപ്പോൾ കൃപ പെരുകിയത് കൊണ്ടാണ് നിങ്ങളും ഞാനും ഇന്ന് ജീവനോടെ ഇരുന്ന് ഇത് കേൾക്കുന്നത്. ഹല്ലേലൂയ. പാപം ചെയ്തപ്പോൾ ശിക്ഷാവിധി പെരുകിയായിരുന്നെങ്കിൽ നിങ്ങളും ഞാനും ഇന്ന് ഇവിടെ ജീവനോടെ ഇരുന്നത് കേൾക്കുകയില്ലായിരുന്നു. കാരണം ഒരു ചെറിയ തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുന്ന ഉടനെ അതിൻ്റെ ശിക്ഷ നിങ്ങളിൽ വന്ന് വീഴുകയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഒന്ന് പിറുപിറുത്തു. പിറുപിറുപ്പെന്ന് പറയുന്ന വലിയ തെറ്റാണോ? നമുക്കൊരു ഇടയിൽപ്പെടുത്താവുന്ന ഒരു തെറ്റല്ലേ പിറുപിറുത്തു. പിറുപിറുത്തു എന്ന തെറ്റിന് എങ്ങനെയാണ് പ്രതികരണം എന്നറിയോ? ഭൂമി പിളർന്ന് പിറുപിറുത്ത ആളെ അങ്ങ് വിഴുങ്ങിക്കളയുക. ഹലോ, പിറുപിറുത്തു എന്ന തെറ്റിന് ശരീരത്തിലോട്ട് കുഷ്ഠം വരുത്തുക. അപ്പം എന്നാ കാര്യം? അന്ന് പെരുകിയത് കൃപയല്ലായിരുന്നു, പിന്നെ പെരുകിയത് ശിക്ഷാവിധിയായിരുന്നു. ശിക്ഷാവിധി, കണ്ടംനേഷൻ. എന്തുകൊണ്ടാണ് അന്ന് കൃപ പെരുകാഞ്ഞത്? അന്ന് യേശുക്രിസ്തുവിലൂടെയുള്ള കൃപ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. യെശയ്യാവെന്ന് പറയുന്ന പഴയ നിയമത്തിലെ പ്രവാചകൻ 2 കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. ആ 2 കാലഘട്ടം ശ്രദ്ധിച്ച് കേൾക്കുക. 1, യഹോവയുടെ പ്രതികാര ദിവസം. 2, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസാദ വർഷം അഥവാ പ്രസാദകാലം. പ്രതികാര ദിവസവും പ്രസാദകാലവും, 2 പദം ഒന്ന് പറഞ്ഞേ: പ്രതികാര ദിവസവും പ്രസാദകാലവും. ഹല്ലേലൂയ. പ്രതികാര ദിവസത്തിൽ ദൈവം എങ്ങനെ വെളിപ്പെട്ടോ അതുപോലെയല്ല പ്രസാദ ദിവസത്തിൽ യേശു വെളിപ്പെട്ടത്. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, പഴയ നിയമത്തിൽ പ്രതികാരകനായി വെളിപ്പെട്ട ദൈവത്തെ നമുക്ക് കാണാം, ആ പ്രതികാരം വീട്ടുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ പ്രസാദ വർഷമാണ്. യേശു ഭൂമിയിൽ വന്നത് പ്രതികാരം കാണിക്കാനല്ല,
പ്രസാദം കാണിക്കാനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം വന്നിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പോൾ വാസ്തവത്തിൽ ആ പറഞ്ഞ ശരിയാ. കൃപ, പാപം ചെയ്തപ്പോൾ കൃപ പെരുകുക തന്നെയാ ചെയ്തേ. കൃപ പെരുകിയത് കൊണ്ടാണ് കൃപയ്ക്കെതിരെ വാദിക്കാൻ നമ്മൾ ജീവനോടെ ഇന്നിരിക്കുന്നേ. ഹലോ, കൃപ പെരുകിയത് കൊണ്ടാണ് നമ്മൾ കൃപയ്ക്കെതിരെ വാദിക്കാൻ ജീവനോടെ ഇരിക്കുന്നേ. നമ്മൾ കൃപയിലാണ് നിൽക്കുന്നതെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ദൈവം നമ്മെ കൃപയിലാണ് നിർത്തിയിരിക്കുന്നത്, നാം കൃപയിലാണ് നിൽക്കുന്നത്. പക്ഷെ ആ കൃപ പെരുകേണ്ടതിന് വേണ്ടി പാപം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കൃപയല്ല. വളരെ വ്യക്തമായിട്ട് കേൾക്കുക. പാപം പെരുകിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൃപ പെരുകിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന കൃപയല്ല എന്നിൽ വന്ന കൃപ. എന്നിൽ വന്ന കൃപ ഉറവിടം എവിടുന്നാന്ന് അറിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കൃപ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാ, കർത്താവിലൂടെ വന്നതാ. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നതാ. യേശുക്രിസ്തു മുഖാന്തരം വന്ന കൃപ ഒരിക്കലും അശുദ്ധിയിലേക്ക് എന്നെ നയിക്കുകയില്ല. ഹല്ലേലൂയ. വിശുദ്ധന്റെ കൃപ വിശുദ്ധിയിലേക്ക് നയിക്കുകയുള്ളൂ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, വിശുദ്ധന്റെ കൃപ അശുദ്ധിയിലേക്ക് നയിക്കുകയില്ല, വിശുദ്ധിയിലേക്ക് നയിക്കുകയുള്ളൂ. കാരണം കൃപയ്ക്കകത്തെ സ്വഭാവം വിശുദ്ധിയാണെങ്കിൽ ആ കൃപയുടെ സ്വഭാവം മാത്രമേ കൃപയ്ക്കകത്തൂടെ പ്രകടമാവുകയുള്ളൂ, വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് സജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് വന്നു എന്നിരിക്കട്ടെ. ആ തെറ്റ് വരുന്ന ഉടനെ പണ്ടായിരുന്നെങ്കിൽ ശിക്ഷാവിധി പെരുകിയ സ്ഥാനത്ത് ഇന്നാണെങ്കിൽ കർത്താവിൻ്റെ കൃപ പെരുകുകയാണ്. ഇത് കൊള്ളാലോ, ശിക്ഷാവിധി ഒന്നും പെരുകുന്നില്ലല്ലേ, കൃപയാ പെരുകുന്നതല്ലേ, ഇത് കൊള്ളാം, ഈ പരിപാടി കൊള്ളാം എന്ന് പറഞ്ഞ് എനിക്ക് പാപത്തിൽ തുടരാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? 2-ാമത്തെ വാക്യം ദയവായി വായിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. എന്തുകൊണ്ട് ഒരു നാളും അരുത്? നിങ്ങൾ ആരാണ്? 2-ാമത്തെ വാക്യം. പാപസംബന്ധമായി നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്ത് കൃപയെ പെരുപ്പിക്കുന്നവരല്ല നിങ്ങൾ, പാപസംബന്ധമായി മരിച്ചവരാണ്. ഹല്ലേലൂയ. ഈ ആശയം വ്യക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലൊന്ന് വീഴണം. ഈ ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. പാപസംബന്ധമായി മരിച്ചവൻ തുടങ്ങിയ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. പാപസംബന്ധമായി ഒരുത്തൻ മരിച്ചു കഴിയുമ്പോൾ അവനിൽ ആരംഭിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആ മരണം എന്നിൽ വെളിപ്പെടുന്നതിൻ്റെ പ്രായോഗികതയാണ് ഡെയിലി ലൈഫ്, ദൈനംദിനമുള്ള എൻ്റെ ജീവിതം. അപ്പം എന്നാ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം? കൃപ, വിശുദ്ധൻ്റെ കൃപ അശുദ്ധിയിൽ തുടരാൻ എന്നെ സമ്മതിക്കുകയില്ല. അതിന് കാരണം ഞാൻ ആരാണ് എന്ന പരിജ്ഞാനം എന്നിൽ വളരുന്നത് കൊണ്ടാണ്. ഞാൻ പാപത്തെ ജയിക്കാൻ ശ്രമിക്കുന്നവനാണ് എന്നല്ല പറഞ്ഞേ, എങ്ങനെയും പാപത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം എന്ന് ശ്രമിക്കുന്ന ആളാണെന്നല്ല വചനം പറഞ്ഞേ. എന്നെ പരിചയപ്പെടുത്തിയപ്പോഴേ വചനം പറഞ്ഞ് എന്താന്ന് കേൾക്കുക? പാപസംബന്ധമായി മരിച്ചവൻ. 6:2 വായിച്ചോ. പാപസംബന്ധമായി മരിച്ചവരായ നാം. ശ്രദ്ധിച്ചേ, we are dead in sin, dead to sin. 2 പ്രയോഗമാണ്. യേശുവിലാകുന്നതിന് മുമ്പ് we were dead in sin, now we are dead to sin. നാം പാപത്തിൽ മരിച്ചവരായിരുന്നു, ഇപ്പോൾ നാം പാപത്തിന് മരിച്ചവരാ. ഹലോ, ഒന്ന് മിണ്ടിക്കാമേ. പാപത്തിൽ മരിച്ചു കിടന്നപ്പോൾ പാപത്തിനായിരുന്നു കർത്തൃത്വം. എന്നാൽ പാപത്തിന് മരിച്ചപ്പം ആ മരണം ആരെന്നിൽ കൊണ്ടുവന്നോ അവനാണ് എന്നിൽ കർത്തൃത്വം. ആ മരണം എന്നിൽ കൊണ്ടുവന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അപ്പൊ റോമാലേഖനം 6-ാം അധ്യായം പാപത്തിൽ തുടരാനുള്ള ഒരു അനുമതിയല്ല. പാപത്തിൽ തുടരാനുള്ള അനുമതിയാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ ഈ 2-ാമത്തെ വാക്യത്തിന്റെ റിയാലിറ്റി ഉൾക്കൊള്ളാതെയാ പറയുന്നത്. 2-ാമത്തെ വാക്യത്തിന്റെ റിയാലിറ്റി എന്താ? പാപസംബന്ധമായി
മരിച്ചവരായ നാം, ഉറക്കെ പറഞ്ഞേ, പാപസംബന്ധമായി മരിച്ചവരായ നാം. നാം പാപസംബന്ധമായി മരിച്ചവരാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പാപസംബന്ധമായി മരിച്ചവരാണ്. ഉറക്കെ പറഞ്ഞേ, പാപം സംബന്ധിച്ച് പാപത്തിൽ ജീവിക്കുന്നവരല്ല, പാപത്തിൽ തുടരാൻ പറ്റുന്നവരല്ല. ഈ പദങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാ. പാപത്തിൽ ജീവിക്കുന്നവരല്ല, പാപത്തിൽ തുടരാൻ പറ്റുന്നവരല്ല, പാപസംബന്ധമായി മരിച്ചവരാണ് നാം. അതുകൊണ്ട് 6:2 പൗലോസ് ആശ്ചര്യത്തോടെ ചോദിക്കുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപവും ഞാനുമായിട്ടുള്ള ബന്ധത്തെ മുഴുവൻ മുറിച്ചു കളയാൻ ഏറ്റവും ബെസ്റ്റ് പദമായി എടുത്തിട്ടിരിക്കുന്നത് മരണം. നിങ്ങൾക്കറിയാം, മരണം കൊണ്ട് ആ സകല ബന്ധവും മുറിയുന്നേ. ഹല്ലേലൂയ. ഇന്നെനിക്ക് ഭാര്യയുണ്ട്, ഇന്നെനിക്ക് അപ്പനുണ്ട്, ഇന്നെനിക്ക് അമ്മയുണ്ട്, ഇന്നെനിക്ക് കുഞ്ഞുണ്ട്, ഇന്നെനിക്ക് ഭൂമിയിൽ പല കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങളിൽ പലരും എനിക്ക് പ്രിയരാണ്, നിങ്ങളിൽ പലരും എനിക്ക് ബഹുമാന്യരാണ്, നിങ്ങൾ പറയുന്ന വാക്കുകൾ പലതും എനിക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ഈ സ്നേഹങ്ങൾ മുഴുവൻ മരണം കൊണ്ട് മുറിഞ്ഞു പോകും. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയില്ല. അപ്പം മരണം വിശേഷിപ്പിക്കുന്നത് ഒരു ബന്ധം തീരലിനെയാണ്. മരണം വിശേഷിപ്പിക്കുന്നത് ഒരു വിയോഗത്തെയാണ്. ഇനി അതിൽ തുടരാൻ കഴിയാത്ത നിലയിൽ ഞാൻ ആകുന്നതിനെയാണ് മരണം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. കാരണം വേറെ ഒരു പദം കൊണ്ടും ഇതിനെ വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മരണം എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി ഞാനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഇനി ആ വാക്യം ഒന്ന് വായിച്ചേ, 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. പാപസംബന്ധമായി മരിച്ചവരായ നാം, ഒന്ന് പറഞ്ഞേ, പാപസംബന്ധമായി മരിച്ചവരായ ഞാൻ ഇനി ലൈസൻസ് അന്വേഷിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഹലോ, പാപവുമായിട്ട് ബന്ധമില്ലാത്ത, പാപത്തെ മുറിച്ച, പാപസംബന്ധമായി മരിച്ചവനായ ഞാൻ ഇനി ലൈസൻസ് കിട്ടിയാൽ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് നോക്കി നടക്കേണ്ട ആവശ്യമില്ല. ലൈസൻസ് കിട്ടിയാൽ ചെയ്യാം എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അവൻ പാപസംബന്ധമായി മരിക്കാത്തവനാ. ലൈസൻസ് ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. അതുകൊണ്ട് തന്നെ ലൈസൻസ് കൊടുക്കാൻ ആൾക്കാർക്ക് പേടിയാ, ലൈസൻസ് കൊടുക്കാതിരിക്കാൻ ആൾക്കാർക്ക് പേടിയാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ ഇന്നിവിടെ നിന്ന് പാലായിൽ നിന്ന് അനൗൺസ് ചെയ്യുന്ന വാക്ക് കേൾക്കുക. പാലായിലെ അഴുക്ക് ചാലിലൂടെ ഈ ടൗണിലെ മുഴുവൻ അഴുക്കും ഒഴുകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും അത് കുടിക്കുവാൻ സജ്ജിത്ത് എന്ന ഞാൻ അനുവാദം തരുന്നു. അഴുക്ക് ചാലിലൂടെ ഒഴുകുന്ന ഹോസ്പിറ്റൽ വേസ്റ്റ് ഉണ്ട്, ഓക്കെ, വർക്ക്ഷോപ്പിൽ വണ്ടി കഴുകിയ വേസ്റ്റ് ഉണ്ട്, അഴുക്ക് ചാലിലൂടെ നിറഞ്ഞ് ചത്ത എലി, മുനിസിപ്പാലിറ്റിയിലെ ചത്ത എലി, ചീഞ്ഞളിഞ്ഞ് പുഴുവൊക്കെ ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട്, ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ബാർബർ ഷോപ്പുകാരനിട്ട മുടി അതിൻ്റെ സൈഡിൽ, നിങ്ങൾ കാണാത്ത എൻ്റെ കുറ്റമല്ല, സൈഡിൽ കിടപ്പുണ്ട്. എന്നാൽ ഇതിൻ്റെ കരയിൽ നിന്ന് ഒരാൾ അനൗൺസ് ചെയ്യുകയാണ്, ഇന്ന് ഞാൻ അനുവാദം തരുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുടിക്കുവാൻ അനുവാദമുണ്ട്. ഇത്രയും ജനം ഇവിടെ വന്നിട്ടുണ്ട്. ഇവരിലാരേലും പോയി കുടിക്കുമോ? കുടിക്കത്തില്ല. എന്തുകൊണ്ടാണ് കുടിക്കാത്തേ? നിങ്ങൾക്കറിയാം അത് നിങ്ങൾക്കുള്ളതല്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ, ഒന്നുകൂടെ യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പം അനുമതി കൊടുക്കുന്നതുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്നു എന്ന് പ്രബുദ്ധരായ കേൾവിക്കാരെ കബളിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിപരമായ വിജയമല്ല. അനുമതി കൊടുക്കുന്നതുകൊണ്ട് ആരെങ്കിലും പാപം ചെയ്യുന്നു എന്ന് കേൾവിക്കാരിൽ ഒരു അബദ്ധപഞ്ചാംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു ആത്യന്തികമായ വിജയമല്ല. എന്താണ് വചനം വ്യക്തമായി പറയുന്നത്? നാം പാപസംബന്ധമായി മരിച്ചവരാണ്. ഉറക്കെ പറഞ്ഞ്, ഞാൻ പാപത്തിന് മരിച്ചവനാണ്. ഹല്ലേലൂയ. അതാ താഴേക്ക് വിശദീകരിക്കാൻ പറയും. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ? ജീവിക്കാൻ പറ്റുമെന്നല്ല, ആശ്ചര്യത്തോടെ ചോദിക്കും, ഇനി എങ്ങനെയാ എന്നെ ജീവിക്കാൻ പറ്റുന്നേ? പാപത്തിന് മരിച്ച നിങ്ങൾക്ക് പാപത്തിൽ എങ്ങനെയാ ജീവിക്കാൻ കഴിയുന്നേ? അപ്പൊ ഈ സ്റ്റേജിൽ ആ വചനം തുടരുന്നത്. ഇനി താഴേക്ക് നമുക്കൊന്ന് വായിക്കാം. എങ്ങനെയാ ഈ പാപസംബന്ധമായ മരണം നമ്മളിൽ സംഭവിച്ചേ? യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായതിലൂടെയാണ് പാപസംബന്ധമായ മരണം നമ്മുടേതായി മാറിയത്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചോ. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും
എങ്ങനെയാ പാപസംബന്ധമായി ഞാൻ മരിച്ചേ? അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നപ്പോഴാണ് പാപസംബന്ധമായി ഞാൻ മരിച്ചേ. ഒന്ന് പറഞ്ഞേ, പാപസംബന്ധമായ മരണം യേശുവിൻ്റെ മരണത്തിലുള്ള പങ്കാളിത്തമാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുമ്പം ഞാൻ പാപസംബന്ധമായി മരിക്കുന്നേ? റോമർ 6:10, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. വായിച്ചോ അത്. യേശു മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. കണ്ടോ, യേശു മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. ഹല്ലേലൂയ. പാപസംബന്ധം എന്നുള്ള ആ പദം അവിടെ അടിവരയിടണേ. യേശു പാപം സംബന്ധമായി ഒരിക്കലായി മരിച്ചു. ഇനി 6:2 വായിച്ചേ. യേശു പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. 6:2 പറയുന്നു പാപസംബന്ധമായി മരിച്ചവരായ നാം. രണ്ടും കൂടെ പിടിക്കുക. യേശു പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു, പാപസംബന്ധമായി മരിച്ചവനായ ഞാൻ. ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ല. യേശു പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു, പാപസംബന്ധമായി മരിച്ചവനായ ഞാൻ. എന്നാ ഇത്? യേശു എൻ്റെ പാപം സംബന്ധിച്ച് ഒരിക്കലായി മരിച്ചു എന്ന് പറഞ്ഞ് ആ മരണത്തിൽ പങ്കുകാരനായപ്പോൾ ആ പങ്കാളി ആയതിലൂടെ ഞാനും പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഞാൻ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. ഓ ഹല്ലേലൂയ. വലിയ ആശയം, വലിയ ആശയം. 6:2 6:10 എടുത്തു പിടിക്കുക. അവൻ പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. ഹല്ലേലൂയ. 6:10 യേശു പാപസംബന്ധമായി ഒരിക്കൽ, പാപം സംബന്ധിച്ച് പാപിയായി യേശു മരിച്ചു എന്നല്ല, അവിടുത്തെ പാപമില്ലായിരുന്നു. ഹല്ലേലൂയ. അനേകരുടെ പാപം സംബന്ധിച്ച് യേശു മരിച്ചു. നോക്ക്, എൻ്റെ പാപം സംബന്ധിച്ച് യേശു മരിച്ചു, എന്നിട്ട് ഈ മരണത്തിൽ ഞാൻ പങ്കുകാരനായി. ആ മരണത്തിൽ എനിക്കും പങ്കുണ്ടായിരുന്നു. പറഞ്ഞേ, യേശുവിൻ്റെ മരണത്തിൽ എൻ്റെ പങ്കുണ്ടായിരുന്നു. പങ്ക് പറഞ്ഞേ പങ്ക് എന്ന ആശയത്തെ നല്ലൊരു വാക്കുകൊണ്ട് വേണമെങ്കിൽ വിശദീകരിച്ചോ നിങ്ങൾ. ഏതാ വേറെ വാക്ക്? എനിക്ക് ഒരു ഭാഗമുണ്ടായിരുന്നു. വേറൊരു നല്ല വാക്ക് പറഞ്ഞേ, ഭാഗം, പങ്ക്, പിന്നെ പാർട്ട്. കേട്ടില്ല? ഷെയർ. ഇംഗ്ലീഷുകാരിയാ അമ്മച്ചി അല്ലേ? ചമോ, ഇംഗ്ലീഷൊക്കെയാണ് അടിക്കുന്നത്. ഇത്ര ഞാൻ കരുതിയില്ല കേട്ടോ. പാലായിലെ അമ്മച്ചിയുടെ ഇംഗ്ലീഷും കൂടെ നിങ്ങൾ കേട്ടോണോ ഇന്ന് ലോകരാജ്യങ്ങൾ കേൾക്കുന്നവർ. ഷെയർ, മരണത്തിൻ്റെ പങ്കാളിയായി. യേശുവിൻ്റെ മരണത്തിൽ എനിക്കൊരു ഷെയർ ഉണ്ടായിരുന്നു. അത് പറയാം, എല്ലാവർക്കും അപ്പോൾ മനസ്സിലാവും. യേശുവിൻ്റെ മരണത്തിൽ എനിക്കൊരു ഷെയർ ഉണ്ടായിരുന്നു. ആ ഷെയർ ഞാൻ ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു സ്നാനപ്പെട്ടപ്പോൾ ചെയ്ത്. കരമടിച്ചു യേശുവിന് മഹത്വം. ഹല്ലേലൂയ. 6:2 6:3 അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾക്ക് അവന്റെ ഷെയർ കിട്ടിയെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ എൻ്റെ ജയജീവിതത്തിന്റെ സീക്രട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജയജീവിതത്തിന്റെ സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജയജീവിതത്തിന്റെ സീക്രട്ട് അവന്റെ ഷെയറാ, അവന്റെ ഭാഗമാ, അവന്റെ മരണത്തിൽ പങ്കാളിയായതാ നിങ്ങളുടെ ജയത്തിന്റെ രഹസ്യം. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അവൻ പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഓക്കെ, പാപസംബന്ധമായി ഒരിക്കലായി മരിച്ച ശേഷം ദൈവത്തിന് ജീവിക്കുന്നു യേശു. അയ്യോ, യേശുവിന്റെ കാര്യമല്ലേ പറഞ്ഞേ? തൊട്ടടുത്ത വാക്യത്തിൽ വായിച്ചേ, ഔവണ്ണം അതുപോലെ നിങ്ങളും. എങ്ങനെ ക്രിസ്തു പാപ സംബന്ധിച്ച് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നോ അതുപോലെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളുവീൻ. ജീവിക്കാൻ പോകുന്നവർ എന്നല്ല, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നല്ല, ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളുവീൻ. എണ്ണാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് എണ്ണാൻ പറഞ്ഞേ. കേൾക്കുന്നു എന്ന് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ അവനെ കണ്ടോണം. അതിന്റെ അർത്ഥം എന്നാ? അവൻ അങ്ങനെയാണ്. എണ്ണിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്.
എന്താ പറഞ്ഞ ആശയം? ഒന്നുകൂടി വിശദീകരിച്ച് നിങ്ങൾ കേട്ടാട്ടെ. പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിന് ദൈവത്തിന് ജീവിക്കുന്നവരെന്നും, ക്രിസ്തുവിൽ അവൻ പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു, ദൈവത്തിന് ജീവിക്കുന്നു, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീ. നിങ്ങൾ ഇതാണ്. 3 കാര്യം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം. 1, പാപസംബന്ധമായി മരിച്ചവരാണ് നിങ്ങൾ. 2, ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാ നിങ്ങൾ. ഒന്ന് പറഞ്ഞ്, ക്രിസ്തുവിൽ, ഉറക്കെ പറ, ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാ നിങ്ങൾ. ഈ ജീവിതം ദൈവത്തിനുള്ള ജീവിതമാണ്. കാരണം ഈ ജീവിതത്തിന്റെ ഉത്തരവാദി നിങ്ങളല്ല. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവന്റെ ജീവനാൽ ഉയർപ്പിച്ചതാ. ഈ ജീവന്റെ ഉത്തരവാദി നിങ്ങളല്ല, നിങ്ങളൊന്നും ചെയ്തതല്ല. ഈ ജീവൻ അവന്റേതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ പാപത്തെ വിശുദ്ധന്റെ കൃപ അശുദ്ധിയിൽ തുടരാൻ സമ്മതിക്കുമോ? ആൻസർ നോ. വിശുദ്ധന്റെ കൃപ ഓരോ ദിവസവും എന്നെ വിശുദ്ധനാക്കുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ആളാണ് ഞാൻ എന്ന് സാധാരണക്കാരനെ പഠിപ്പിച്ചിട്ടില്ല. സാധാരണക്കാരനെ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പാപത്തെ ജയിച്ചു, നാളെ പാപത്തെ ജയിച്ചു, നാളെ കഴിഞ്ഞ് ജയിച്ചു. അഥവാ ഒരു ദിവസം ജയിക്കാൻ മറന്നുപോയാൽ പാപം നിന്നെ ആധിപത്യത്തെ പിടിക്കും, പാപം നിന്നെ തകർക്കും. ഇന്നും പാപത്തിന് ശക്തി ഉണ്ട് എന്നാ ചിന്തിക്കുന്നേ. നോ, ഇന്ന് പാപത്തിന് ശക്തി ഇല്ല പ്രിയരെ. എന്താണെന്നറിയ കാര്യം? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തിയെ യേശു ക്രൂശിൽ തോൽപ്പിച്ചു കഴിഞ്ഞു. ഓ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ. അശുദ്ധിക്കല്ല ശക്തി എന്ന് വിശുദ്ധിക്കാ ശക്തി, ഇരുട്ടിനല്ല ശക്തി എന്ന് വെളിച്ചത്തിനാ ശക്തി. കരമടിച്ച യേശുവിന് നന്ദി പറ. അനുഭവിക്കാൻ തുടങ്ങിയാട്ടെ ഈ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവനാണ് ഞാൻ എന്ന ഉറപ്പിൽ ഒരു വിശുദ്ധൻ ആരംഭിക്കേണ്ടിയതാ ക്രിസ്തീയ ജീവിതം. എന്നിട്ട് ഇതിന്റെ കണ്ടിന്യൂവേഷൻ എങ്ങനെയാ? താഴേക്ക് വിശദീകരിക്കാം. അന്നേരം അവിടെ വിശദീകരിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 6:5. നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ടോ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടി ഒരു കാര്യം നമുക്ക് സംഭവിച്ചു. വി ആർ വാക്കിംഗ് ഇൻ ദ ഫുൾനെസ് ഓഫ് ദി ലൈഫ് ഓഫ് ജീസസ്. ഹൗ? വൈ? എങ്ങനെ? എന്തുകൊണ്ട്? വായിച്ചു അവിടെ തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ, മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. മരണത്തിന്റെ 2 പദം പറ. സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. പുനരുത്ഥാനം ചെയ്തവനെ പോലെ, അവനെ പോലെ, പുനരുത്ഥാനം ചെയ്ത യേശുവിനെ പോലെ ഭൂമിയിൽ നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പുനരുത്ഥാന ജീവിതം ഇനി ഒടുക്കം സംഭവിക്കാനുള്ളതാണ്. ഒടുക്കത്തെ പുനരുത്ഥാനം. അതിനി എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. കർത്താവ് വരണം, നമ്മളെ ജീവനോടെ ശേഷിക്കുന്നവര് 2-ാം നിരയിൽ, മരിച്ചവര് 1-ത്തെ നിരയിൽ ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവനോടെ ഗംഭീരനാദം, പ്രധാന ദൈവദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം ഇറങ്ങി വരും. അന്ന് മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കും. പുനരുത്ഥാന നിരയിൽ നമ്മൾ മുമ്പന്തിയിലായിരിക്കും. പക്ഷെ ഈ വാക്യം എന്തുകൊണ്ട് ആൾക്കാർ കാണുന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ച ജീവിതത്തെക്കുറിച്ച് തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുക എന്നാ? നാം ജീവന്റെ പുതുക്കത്തിൽ. വായിച്ചോ മോളെ ആ വാക്യം. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്നതാ ഈ ജീവന്റെ പുതുക്കം എന്ന തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നത്? മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. അപ്പൊ ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് എവിടാന്നറിയോ? പുനരുത്ഥാനം ചെയ്ത യേശുവിനെ പോലെ തുടങ്ങിയ ജീവിതമാ ക്രിസ്തീയ ജീവിതം. പുനരുത്ഥാനം ചെയ്ത യേശു പാപത്തെ ജയിച്ചവനാ. അങ്ങനെ തുടങ്ങിയ ജീവിതമാ ക്രിസ്തീയ ജീവിതം. കരമടിച്ച് ഒന്ന്
യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുനരുത്ഥാനം ചെയ്ത യേശു പാപത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ. മുഴുവൻ പാപത്തെയും ചുമന്ന് പാപവുമായി യാതൊരു സംബന്ധം അല്ലെങ്കിലും അവിടത്തേക്ക് പാപവുമായിട്ട് ബന്ധമില്ല. എന്നാൽ അനേകരുടെ പാപത്തെ വഹിച്ച് പാപപരിഹാര ബലി അർപ്പിച്ച ശേഷം ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നവന് പുനരുത്ഥാനം ചെയ്തവൻ. ഈ ലൈഫ് എന്തുവാന്ന് കാണിക്കാൻ വേണ്ടിയാ യേശു പുനരുത്ഥാനം ചെയ്തതിന് ശേഷവും 40-ലധികം ദിവസം 500-ലധികം പേർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ട് ഇത് കാണിച്ചു കൊടുത്തു. എന്നതായി ജീവിതം എന്ന്. എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. അത് ഈ പുനരുത്ഥാന സാദൃശ്യത്തിലുള്ള ജീവിതമാണ് ഞാൻ ഇവിടെ നയിക്കേണ്ടത് എന്നതിൻ്റെ മോഡൽ പുനരുത്ഥാനം ചെയ്ത യേശു കാണിച്ചു കൊടുത്തു. 40-ലധികം ദിവസം 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കുന്ന രംഗം നിങ്ങൾക്കറിയാം. കർത്താവിനെ വിട്ട് ഇവരെല്ലാവരും പോയി കേട്ടോ. 12 ശിഷ്യന്മാർ പഴയ പടകം വലയൊക്കെ പൊടി തട്ടിയെടുത്തു. പഴയ ജോലിക്ക് പോയി കേട്ടോ. വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പോയി. ഞാൻ വിചാരിച്ചു കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കാം. കാരണം പ്രസ്ഥാനം പൂട്ടിപ്പോകുന്ന ഇടപാടല്ലേ. ചിന്തിച്ചു നോക്കി, 3.5 കൊല്ലം കൊണ്ട് ബിൽഡപ്പ് ചെയ്ത ഒരു ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം പൂട്ടിപ്പോവും. മെയിൻ ലീഡർ ഇതാ ഏറ്റവും ആദ്യം ചൂണ്ടയും വലയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ, പത്രോസ്. പക്ഷെ കർത്താവിനെ ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയൊന്നും അല്ല. ഹല്ലേലൂയ. ഇന്ന് വരെ അവർക്ക് കനൽമേൽ ചുട്ട അട ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ആ കനൽമേൽ ചുട്ട അട ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം കർത്താവിന് അറിയാമായിരുന്നു പുനരുത്ഥാനം ചെയ്ത എൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്ന ഇവരിൽ ഇന്നു മുതൽ ഒരു പുനരുത്ഥാനത്തിൻ്റെ ജീവിതം ആരംഭിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശരിയാ, 2.5 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വേലക്കാരിയുടെ മുമ്പിൽ മുട്ടിടിച്ച് ഞാൻ അവനെ അറിയത്തില്ല എന്ന് പ്രാഗി ശപിച്ച് പാപമാധിപത്യം പുലർത്തി കീഴ്പ്പെടുത്തിയ പത്രോസ് അവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിറക് കത്തിച്ച് ചൂട് കായുന്നതിനിടയിലല്ലേ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് അവിടെ നിൽപ്പുണ്ട്. കർത്താവേ, പുനരുത്ഥാന ശേഷം ഇവനെ തന്നെ ഈ അധികാരം ഏൽപ്പിച്ച് വിടാൻ കാര്യം എന്നാ? ഇന്ന് പാപത്തിനല്ല ശക്തി. ഇനി എൻ്റെ പത്രോസിനെ ഒതുക്കാൻ പാപത്തിന് കഴിയുകയില്ല. ഹല്ലേലൂയ. പാപത്തിന്റെ ശക്തിയെ എന്നേക്കും പരാജയപ്പെടുത്തിയിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. ആ ജയത്തിലാ എൻ്റെ ശിഷ്യന്മാർ ഇനി ജീവിക്കാൻ പോകുന്നേ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആള് മാറിയവരെ പോലെ സുവിശേഷത്തിൽ കാണുന്ന പത്രോസിനെ അല്ല അപ്പസ്തോല പ്രവൃത്തിയിലൂടെ കാണുന്നത്. സുവിശേഷത്തിൻ്റെ ഒടുവിൽ ഞാൻ അവനെ അറിയത്തില്ല. ഞാൻ ഗലീലക്കാരനേ അല്ല, നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത് എന്ന് ചോദിച്ച പത്രോസ് സുവിശേഷത്തിൻ്റെ ഒടുവിൽ അല്ലെങ്കിൽ അപ്പസ്തോല പ്രവൃത്തിയിൽ പുനരുത്ഥാനം ചെയ്ത് പാപത്തെ ജയിച്ച് ഉള്ളിൽ കയറിയ യേശുവിനെ സ്വീകരിച്ചപ്പോൾ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച നസ്രയനായ യേശുവിനെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ ആളാ, ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷിയാ. എവിടുന്നാടാ ഈ ധൈര്യം വന്നേ? ഇത് പുനരുത്ഥാനത്തിന്റെ ധൈര്യമാ. ഇത് പാപത്തിന്റെ മേലെടുത്ത സമ്പൂർണ്ണ ജയ ജീവിതത്തിന്റെ ധൈര്യമാ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. ഇന്ന് ആ ജയ ജീവിതം ഇന്നിവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലുള്ള ജീവിതം ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കൊണ്ട് ആ തെറ്റിദ്ധാരണം മാറ്റി വചനത്തിന്റെ ആഴത്തിലേക്ക് വരാൻ തയ്യാറായാട്ടെ. പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ജീവിതമാണ് യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. പാപത്തിനല്ല ശക്തി, വിശുദ്ധിക്കാണ് ശക്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, ഡൂസ് ആൻഡ് ഡോൺസിനല്ല, കൽപ്പനകൾക്കല്ല, കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വം നടത്തുകയില്ല. കൃപയിലാണ് പാപം ചെയ്യുമെന്നല്ല വചനം പറഞ്ഞേ, കൃപയിലാണ് പാപം കർത്തൃത്വം നടത്തത്തില്ല. കരമടിച്ച് നന്ദി പറഞ്ഞ് ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ ആ വചനങ്ങളെ സ്വീകരിച്ച് നിങ്ങളുടെ ഉള്ളത്തിൽ അത് വാഴട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം വാക്യത്തിലേക്ക് വരാം. 11-ാം വാക്യത്തിലേക്ക് വരാം. അവണ്ണം നിങ്ങൾ നോക്കിയേ, അവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ ജീവനെ കൊണ്ട് ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങളുടെ ജീവനിൽ ശ്രമിക്കുന്നവരായിരുന്നു നിങ്ങൾ, എന്നാൽ അവന്റെ ജീവനിൽ നിങ്ങൾ ജയിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവനിൽ ശ്രമിക്കുന്നവരായിരുന്നു നിങ്ങൾ, എന്നാൽ അവന്റെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. അവണ്ണം ആകയാൽ
കേട്ടോ. മരിച്ചവരെന്നോ? പാപസംബന്ധമായി മരിച്ചവർ ഒന്ന് പറഞ്ഞേ. പാപസംബന്ധിച്ച് മരിച്ചവർ. അനുമതി കിട്ടിയാൽ, ലൈസൻസ് കിട്ടിയാൽ ആരെങ്കിലും പാപം ചെയ്യാൻ അനുവാദം തന്നാൽ ചെയ്യായിരുന്നു എന്ന് പറയുന്നവരെന്നല്ല പറഞ്ഞേ. ആരെല്ലാം അനുവാദം തന്നാലും ചത്തവനെ ഇത് ബാധിക്കത്തില്ല. എന്നെല്ലാം നിയമം വന്നാലും, എന്നെല്ലാം നിയമം മാറി വന്നാലും, ഈ നിയമങ്ങളൊക്കെ നമ്മൾ ശവത്തോട് പറയുക, അറിഞ്ഞായിരുന്നോടെ? ശവം തിരിച്ചു പറയും, വേറെ വല്ല ആളെ നോക്ക്, ഞാൻ എന്നെ മരിച്ചു പോയതാണ്, വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും ചത്തവൻ അറിയാം ഇത് ലൈസൻസ് കിട്ടിയിട്ട് ഒന്നും ചെയ്യാനുള്ള ജീവിതമല്ല. ഈ പകുതി ചാകാത്തവനാ, അല്ലെങ്കിൽ ചാകാൻ ആഗ്രഹമില്ലാത്തവനാ, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ച് മരണം സ്വീകരിച്ചിട്ടില്ലാത്തവനാ ലൈസൻസ് കിട്ടിയായിരുന്നു എന്നേലും ചെയ്യാമെന്ന് ചിന്തിക്കുന്നേ. ഇവിടെ ലൈസൻസ് കിട്ടിയാലല്ല, ഈ എണ്ണ കിട്ടിയാലും ചത്തവൻ ഇനി എണ്ണ ഓടിക്കാനാ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. പാപസമ്മതം ഔവണ്ണം, വായിച്ചോ വാക്ക്, ഔവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവർ. പറഞ്ഞ് ഞാൻ പാപസംബന്ധമായി മരിച്ചവൻ. പറഞ്ഞ് ഞാൻ പാപസംബന്ധമായി മരിച്ചവൻ, ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുവീൻ. കാരണം നിങ്ങളിതാണ്, നിങ്ങളിതാണ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ എണ്ണാൻ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഈ വ്യക്തി പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ആളാ. പറഞ്ഞേ, പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ആളാ. ഇങ്ങനെ അന്യോന്യം എണ്ണാൻ. കാരണം ഇങ്ങനെയാണ് നിങ്ങൾ. ആണ്, എണ്ണിക്കോ. എന്തിനാ മടിക്കുന്നത്? ഇങ്ങനെയാണ്. പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരാ നിങ്ങൾ. അങ്ങനെ ഒന്ന് എണ്ണിക്കുക അടുത്തിരിക്കുന്ന ആളെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ പാപിയെന്ന് എണ്ണുകയല്ല, പാപത്തിന് മരിച്ച് എണ്ണങ്ങോട്ട്. എന്നാ എണ്ണാതിരിക്കുന്നത്? അങ്ങോട്ട് എണ്ണിക്കേ. പാപത്തിന് മരിച്ച്, പറഞ്ഞേ, പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവർ. ഒന്ന് പറഞ്ഞേ, പാപത്തിന് മരിച്ച് ദൈവത്തിന് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തി അവൻ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവനാണെങ്കിൽ ഇനി പാപം കൊണ്ട് അവനെ അടിമപ്പെടുത്താൻ പറ്റുകയല്ല. പാപം അവൻ്റെ വാതുക്കെ കിടക്കുമ്പോഴും അവൻ്റെ മോഹം അവനോടാവുമ്പോഴും പറയും, ജീവിച്ചിരിക്കുന്ന വല്ലവരെ നോക്ക്, ഇത് ചത്തവനാ, നീ എത്ര പ്രലോഭിപ്പിച്ചാലും ഇതിനെനിക്ക് വരാൻ പറ്റുകയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ. ശവത്തെ ഞാൻ നിർത്തി പഠിപ്പിക്കുക. ഒരു ശവത്തെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പഠിപ്പിക്കുക, പിടിക്കരുത് കേട്ടോ, രുചിക്കരുത് കേട്ടോ. ഇതുപോലെ ഇന്നത്തെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ പദം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കിട്ടുന്നില്ല, വായിക്കട്ടെ. വരുന്നില്ല എൻ്റെ വായിൽ ആ വാക്ക്. എബ്രായർ 6:1. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള പ്രിലിമിനറി എലമെന്റ്സ്, ആദിപാഠങ്ങൾ, ലോകത്തിന്റെ ആദിപാഠങ്ങളുടെ പഠിപ്പീരുകൾ ഇതാ. പിടിക്കരുത്, രുചിക്കരുത്, എടുക്കരുത്. സത്യത്തിൽ ശവത്തോടാണ് ഇത് മുഴുവൻ പറയുന്നത്. ഹലോ, ക്രിസ്തീയ ജീവിതം, യേശുക്രിസ്തുവിലുള്ള ജീവിതം, പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ജീവിതത്തിലായി. ഇങ്ങനെ ജീവിക്കുന്ന വിശുദ്ധനോടാ പറയുന്നത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, കാണരുത്. സത്യം എന്നാണെന്നറിയോ? അവന് കാണാൻ വയ്യ, രുചിക്കാൻ വയ്യ, എടുക്കാൻ വയ്യ. പക്ഷെ ശവത്തെ നമ്മൾ നിർബന്ധിക്കുക, കാണരുത്, കണ്ടാൽ കീറിക്കളയും. ശവത്തിനങ്ങാൻ സംസാരിക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ ശവം പറയും, കാണുന്ന ജീവിതം എന്നേ തീർന്നു സാറേ. ഹല്ലേലൂയ. ഇത് വേറൊരു ലൈഫിൽ ഇപ്പൊ പ്രവേശിച്ചു കഴിഞ്ഞു. അത് കർത്താവിന്റെ കൂടെ അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ യേശുവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശവത്തെ ഉരുട്ടിയിട്ട് ഓരോ ആഴ്ച ഓരോ ഉപദേശം. കഴിഞ്ഞ ആഴ്ച നോക്കിയെന്ന് കേട്ടല്ലോ, കീറിക്കളയും നിന്നെ. കമോൺ. നിർജീവ പ്രവൃത്തികളുടെ മാനസാന്തരം, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ഇതൊക്കെ പ്രിലിമിനറി എലമെന്റ്സാ. ആദ്യം ആൾക്കാരെ പറ്റിക്കാൻ കൊള്ളാം, പക്ഷെ വചനത്തിൻ്റെ സത്യം അറിയുന്നവൻ അവനോട് പറയും, എൻ്റെ പൊന്നച്ഛ ഈ പരിപാടി നിർത്ത്, ഈ അച്ഛൻ ഈ പറയുന്നതൊന്നും അല്ല കാര്യം. ഞാൻ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവനാന്നുള്ള പരിജ്ഞാനം എനിക്കിതാ, എന്നാലേ അതെന്നിൽ വ്യാപരിക്കുകയുള്ളൂ. ഇന്ന് എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, മരിച്ച അവയവങ്ങളെല്ലാം നമ്മൾ ഉയർപ്പിപ്പിച്ചു, അതിനെ ഫീഡ് ചെയ്ത്. എൻ്റെ കൈ മരിച്ചതായിരുന്നു, കൈ മരിച്ച എൻ്റെ കൈയെ പിന്നെയും ഫീഡ് ചെയ്ത് അതിനെ പോഷിപ്പിച്ച് എൻ്റെ കൈ ഇപ്പോൾ ആക്റ്റീവായി. എത്ര പേർക്ക് ഇതിൻ്റെ ആശയം മനസ്സിലാകുന്നു എന്നറിയില്ല. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ഓ താങ്ക് യു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പാപത്തിന് മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഈ എണ്ണലിലാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് ഇതിൻ്റെ താഴേക്ക് വരാം. എന്നിട്ട് അപ്പം ഇപ്പം ഈ ചിന്ത വരുമ്പോൾ, ഈ ചിന്തയല്ല, ഈ ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന ചിന്ത വരുമ്പോൾ ഒരു പ്രധാന സംശയം വ്യക്തികൾക്കെല്ലാം ഉള്ളിലുണ്ടാവും. അപ്പം നമുക്കിതിൻ്റെ അകത്ത് പാർട്ടൊന്നും ഇല്ലേ? വാട്ട് ഈസ് അവർ പാർട്ട്?
നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യേണ്ടതില്ലേ? ഓക്കെ, ഈ വിഷയത്തിൽ കുറച്ചൊരു ക്ലാരിറ്റി എല്ലാവരുടെ ഉള്ളത്തിൽ വീഴട്ടെ. എന്താണ് ഞാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? യേശു ഉള്ളത്തിലേക്ക് വന്ന ശേഷം, ശ്രദ്ധിച്ച് കേൾക്കണം ആ വാക്കുകൾ, യേശു ഉള്ളത്തിലേക്ക് വന്ന ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെയും ക്രെഡിറ്റ് എൻ്റേതല്ല. എന്നിലിരുന്ന് യേശു ചെയ്യുക. ഒന്ന് മിണ്ടിക്കേ, ഒന്ന് പറഞ്ഞേ. എന്നിലിരുന്ന് യേശു ചെയ്യുക. ഹല്ലേലൂയ. എന്നിലൂടെ അത് വെളിപ്പെടുന്നതേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ഒന്ന് പറഞ്ഞേ, ഞാനല്ലേ, ഞാനാ എന്നിലൂടെയാ വെളിപ്പെടുന്നേ, പക്ഷേ ക്രിസ്തുവാ വെളിപ്പെടുന്നേ. ചെയ്തത് ഞാനാ, അപ്പൊ ഞാനല്ല ചെയ്തേ. ഞാനാ ചെയ്തതെങ്കിൽ ക്രിസ്തു വരുന്നതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നല്ലോ. അന്ന് ചെയ്തില്ലല്ലോ. കിട്ടിയില്ല. ഞാനാ ചെയ്യുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. ഞാനങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ. ക്രിസ്തു വന്നപ്പോഴല്ലേ അത് ചെയ്യാൻ പറ്റിയേ. അതിൻ്റെ അർത്ഥം എന്നാ? ചെയ്യുന്നത് നിങ്ങളല്ല, ക്രിസ്തുവാ നിങ്ങൾ ചെയ്യുന്നേ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഓടിയതല്ല, ഓടിച്ചതാ. നടന്നതല്ല, ഉറക്കെ പറ, നടന്നതല്ല, നടത്തിയതാ. അപ്പം എൻ്റെ പ്രതികരണം എന്താ? വിശ്വാസം. പല ആൾക്കാരും പറയുന്നത് ഞാൻ വിശ്വസിക്കണ്ടേ, ഞാൻ വിശ്വസിക്കാതെ ഇത് എനിക്ക് കിട്ടുമോ? അയ്യോ, അത് വിശ്വാസത്തെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. വിശ്വാസം എന്നത് ദൈവം തൻ്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്നതല്ല. ഹലോ, ഞാൻ ഇന്ന് പാലായിൽ നിന്നങ്ങ് തീരുമാനിക്കുക, കുറച്ച് വിശ്വാസം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. 15 വിശ്വാസം ഇന്ന് കയ്യിലെടുത്തോണ്ട് ഈ പടി ഇറങ്ങുള്ളൂ. ചുമ്മാതാ. അങ്ങനെ വിശ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടാകുന്ന കേൾവിയല്ല, ആ കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ വചനമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ക്രെഡിറ്റ് നമുക്കാണോ? ക്രിസ്തു തൻ്റെ വചനത്തെ അയച്ച് തൻ്റെ വിശ്വാസം എന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ കോളറെ പിടിക്കുക, ഞാൻ വിശ്വസിച്ചിട്ടാണ്. ചുമ്മാരി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചെങ്കിൽ പോലും ആ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. പറ. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. പ്രാർത്ഥന. നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ, ഇപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാ അർത്ഥം? നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചില്ല, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാ അർത്ഥം? നേരത്തെ എൻ്റെ ശ്രമമായിരുന്നു, ഇപ്പം യേശു എന്നിൽ ശ്രമിക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. കർത്താവ് എന്നിൽ ശ്രമിക്കുകയാണ്. ഉറക്കെ പറഞ്ഞു, യേശു എന്നിൽ ശ്രമിക്കുകയാണ്. വായി തുറന്ന് പറഞ്ഞ മക്കളെ, യേശു എന്നിൽ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന് ഞാൻ തോന്നുന്നു കേട്ടോ, 29 അവസാനത്തെ വാക്യം അല്ലേ. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതിൻ്റെ അവസാനം എൻഡ് ചെയ്യുന്നത് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നാ. പക്ഷേ അതിൻ്റെ അവസാനം എൻ്റെ ചെയ്യുന്നത് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്ന. പക്ഷേ അതിന് മുമ്പിൽ പറയുക, ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണമാ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നത്. അപ്പം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയല്ല, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തി എന്നിൽ പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എന്നാ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? ഇത് ജീവിതമല്ല, ഇത് ക്രിസ്തീയ ജീവിതമാണ്. പറഞ്ഞാട്ടെ, ഇത് ജീവിതമല്ല. ക്രൈസ്റ്റ് ഇൻ മീ and I am in Christ. യേശു എന്നിൽ, ഞാൻ യേശുവിൽ. ഒന്ന് പറഞ്ഞേ, യേശു എന്നിൽ, ഞാൻ യേശുവിൽ. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കുന്നെങ്കിൽ ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുക. പറയാൻ ധൈര്യമുണ്ടോ അങ്ങനെ? ഞാൻ പ്രവർത്തിക്കുന്നെങ്കിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്ന പ്രശംസ എവിടെ? പോയി ഏത് മാർഗത്തിലാണ്? കർമ്മമാർഗത്തിലോ വിശ്വാസ മാർഗത്തിലോ? പ്രശംസിക്കാൻ ആർക്കുമില്ല. കാരണം ദൈവം തൻ്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിശ്വാസത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തട്ടിയെടുക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? അപ്പോൾ ഇതിനകത്ത് ഹ്യൂമൻ എഫോർട്ട് എന്താണ്? സകല മതങ്ങളും എന്തു പറയുന്നു? ചെയ്തു നേട്. യേശുവിൻ്റെ മാർഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ചെയ്തു. ഹല്ലേലൂയ. ഡു ദിസ് then you will get this. അത് ചെയ്യ്, നിനക്കിത് കിട്ടും. എല്ലാ മതങ്ങളും നോക്കിക്കോ, അറിയപ്പെട്ടതും അറിയപ്പെടാനിരിക്കുന്നതുമായ സകല മതത്തിൻ്റെയും കണ്ടന്റ് എന്നാണെന്നറിയോ? ചെയ്തു നേടിക്കോ. യേശുവിൻ്റെ മാർഗവും അതാണെങ്കിൽ മതവും മാർഗവും തമ്മിലുള്ള വ്യത്യാസം എന്നാ?
യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വരാതെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. വീണ്ടും ജനനം, നോക്ക്, വീണ്ടും ജനനം. വീണ്ടും ജനിക്കണം ഈ നാളുകളിൽ. എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? ജനിപ്പിക്കാതെ ജനിക്കാൻ ഒക്കുവോ സാറേ? ഞാൻ ഇവിടെ നിന്ന് തുള്ളിച്ചാടി പറയുക, എനിക്ക് ജനിക്കണം, എനിക്ക് ജനിക്കണം, എനിക്ക് ചുമ്മാരിയനെ പറയുന്നേ. ജനിക്കണമെങ്കിൽ ജനിപ്പിക്കണം. വീണ്ടും ജനനത്തിൽ എൻ്റെ പ്രയത്നം അല്ല നടക്കുന്ന പോലെ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ വീണ്ടും ജനനം സംഭവിക്കുന്നത്. ജനിക്കണമെങ്കിൽ ജനിപ്പിക്കണം. ഹലോ, ഹല്ലേലൂയ. അതുകൊണ്ട് നിക്കോദിമോസിനോട് പറയുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്താൽ ജനിച്ചതിൻ്റെ ക്രെഡിറ്റ് ജഡത്തിനാ, അപ്പനും അമ്മയും കൂടെയാ, ഞങ്ങളാ. ഒത്തിരി പേര് ചോദിച്ചു വിശേഷമൊന്നുമില്ല എന്ന്. അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒരു മോനുണ്ടാകട്ടെ. അങ്ങനെ ജനിച്ചതായവൻ. ജനനത്തിൽ അപ്പനും അമ്മയും ശ്രമിച്ചപ്പോഴാ നടന്നതെങ്കിൽ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, അപ്പനും അമ്മയും ശ്രമിച്ചപ്പോഴാണ് നടന്നതെങ്കിൽ ആത്മാവിനെ ആരാ തന്നേ? അപ്പൻ്റെ ആത്മാവിനെ തന്നായിരുന്നെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പം മരിക്കണ്ടേ? അമ്മയുടെ ആത്മാവിനെ തന്നായിരുന്നെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ മരിക്കണ്ടേ? ഒരമ്മയിൽ 10 മക്കളുണ്ടാകുമെന്ന് അറിഞ്ഞ് 10 ആത്മാവിനെ കയറ്റി അല്ലല്ലോ വിട്ടിരിക്കുന്നേ. ഹലോ, ഓരോ ജന്മത്തിലും കർത്താവിൻ്റെ കരമുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുഞ്ഞുണ്ടായി എന്ന് പറയണ്ട. ഹല്ലേലൂയ. നിങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങളുടെ പ്ലാനിൻ്റെ മേളിൽ കർത്താവിൻ്റെ കരമിരുന്നു. ജീസസ്, ഹല്ലേലൂയ. അണ്ടവും ബീജവും സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് പുരുഷനെ കഴിഞ്ഞേക്കാം. പക്ഷെ അതിനകത്ത് ആത്മാവിനെ കൊടുക്കാൻ, ജീവാംശമിടാൻ, ജീവനെ കൊടുക്കാൻ, ആത്മാവിനെ കൊടുക്കാൻ ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ജനനം ഇങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനം എത്രയധികം. ജനനം ഇങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനം എത്രയധികം. അപ്പോൾ വീണ്ടും ജനിക്കണം എന്ന് ഒരു വ്യക്തിയോട് പറയുമ്പോൾ ഓർക്കുക, വീണ്ടും ജനനം നിങ്ങളുടെ വാക്കിനാലല്ല, നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ടല്ല. ദൈവം തൻ്റെ വചനത്തെയും തൻ്റെ ആത്മാവിനെ അയച്ച് എന്നിൽ ഉണ്ടാക്കിയെടുക്കുന്ന ക്രിയയാണ് വീണ്ടും ജനനം. എന്നാ ഇതിൻ്റെ റോള്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പിതാവിനെ മുൻനിർണയിച്ചതുകൊണ്ട്, പുത്രനാൽ വിളിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഈ രക്ഷയോട് പ്രതികരിക്കാൻ എന്നെ കർത്താവ് ഇടവരുത്തി. നന്ദി പറഞ്ഞേ. അല്ലാതെ ഞാൻ നേടിയതല്ല, എനിക്ക് പുകഴുവാനില്ല. ഇനി ചെയ്യുന്നത് കൊണ്ട് എന്ത്? ചെയ്ത്തിൻ്റെ കാര്യം കുറച്ച് സമയം സംസാരിക്കാം. ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്ത് നേടിക്കോളാം. എൻ്റെ പ്രിയരെ, ചെയ്ത് നേടാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലാണോ പാപം നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്? ഒരു ഡിസിഷൻ എടുക്കാൻ പോലും കഴിയാത്ത നിലയിൽ. ഞാനത് പറയുമ്പോൾ കാൽവിനിസം എന്നുള്ള ആശയം നിങ്ങളുടെ ഉള്ളതിലേക്ക് വരരുത്. ഒരു ഡിസിഷൻ എടുക്കാൻ പോലും കഴിയാത്ത നിലയിൽ പാപം നമ്മളെ കെട്ടിവെച്ചിരുന്നു. കൊളോസ്യർ 2 പറയുമ്പോൾ പാപത്തിന് മരിച്ചിരിക്കുകയാണ്. ഇവിടെ ചത്തവൻ ഇനി എന്നാ തീരുമാനം എടുത്ത് ഇത് കിട്ടാനാ? എന്നിട്ട് പറയുക, ഈ തീരുമാനം ഈ വ്യക്തി എടുത്തതിൻ്റെ പിന്നിലെ കാരണം കൊളോസ്യർ 2 പറയുമ്പോൾ പറയുക, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, അതല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല. ഞാൻ നേടിയെന്ന് പറയാനില്ല. എനിക്ക് തന്നതാ അവൻ്റെ മഹാസ്നേഹം, എന്നെ തേടി വന്നതാ, ഞാൻ തേടിപ്പോയതല്ല. കരമടിച്ച് ആ സ്നേഹത്തിനായിട്ടൊന്ന് നന്ദി പറഞ്ഞ് ഇവിടെ യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓരോ തവണ നിങ്ങൾ പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോഴും ജഡത്തിൽ പുകഴ്ചയുണ്ട്. എന്നാൽ ഓരോ തവണ നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുമ്പോഴും യേശുവിൽ നിങ്ങൾക്ക് പുകഴ്ചയുണ്ട്. പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ചോദിക്കുന്നു, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ വാക്യം വായിക്കാൻ? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എന്തായിരുന്നു ഗലാത്യയിലെ പ്രശ്നം? യേശുക്രിസ്തുവിന്റെ കൃപയാൽ സകലവും ലഭിച്ചു എന്ന ഉപദേശത്തിൽ നിന്ന് ഗലാത്യ സഭയെ പ്രവൃത്തിയുടെ ഉപദേശത്തിലേക്ക് ഒരു കൂട്ടർ മറിച്ചു. അപ്പൊ അവർ ക്രിസ്തുവിന്റെ കൃപയിലേക്ക് തിരിച്ചു വരാൻ, നിങ്ങളുടെ പ്രവൃത്തിയിലല്ല കാര്യം, യേശുവിന്റെ കൃപയിലാണ് കാര്യം. എന്നതേലും പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങളിരിക്കുന്ന ക്രിസ്തുവാ പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്കതിന്റെ ക്രെഡിറ്റ് ഇല്ല എന്ന് പറയാൻ എഴുതിയതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഫൂളിഷ് ഗലേഷ്യൻസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഫൂളിഷ് ഗലേഷ്യൻസ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കും. നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയതാര്?
ഞാൻ ഇതൊന്നും മാത്രം നിങ്ങൾ അറിയാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ? രണ്ട് കാര്യം ചോദിക്കുക. വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലാണോ ആത്മാവിനെ കിട്ടിയതും നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തി നടന്നതും, അതോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലാണോ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലായിരുന്നെങ്കിൽ യേശുവിനെ കിട്ടുന്നതിന് മുമ്പേ അതെല്ലാം നടക്കേണ്ടതല്ലായിരുന്നോ? അന്ന് അതൊന്നും നടന്നില്ലല്ലോ. യേശു വന്നപ്പോഴല്ലേ ഇത് മുഴുവൻ നടക്കാൻ തുടങ്ങി. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. നേരത്തെ അറിയത്തില്ലായിരുന്നോ വിശുദ്ധനാകണമെന്ന്? പക്ഷെ യേശു വന്ന ശേഷമല്ലേ വിശുദ്ധനാകാൻ പറ്റിയേ? ഹലോ ഹലോ ജയജീവിതം നയിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരാരാ ഉണ്ടായിരുന്നേ? ലോക മനുഷ്യരോട് ചോദിക്കാം, അവനും ആഗ്രഹമുണ്ട് ജയജീവിതം നയിക്കണമെന്ന്. പക്ഷെ പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? അകത്ത് വരേണ്ടവൻ വന്നിട്ടില്ല. ഇതന്നെ ഇവിടെ പറയുന്നത്. ബുദ്ധിയില്ലാത്ത കാര്യം, ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചിട്ടിരിക്കുക, നിങ്ങൾ ശുദ്ര ചെയ്ത് നിങ്ങൾ ഇതൊന്നും മാത്രം അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് പറയും, ഇതൊന്നും മാത്രം നിങ്ങൾ അറിയാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവിനെ കിട്ടി? നിങ്ങൾ എന്നിൽ ചെയ്തിട്ടാണോ ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നെ? പ്രവൃത്തിയാണോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഉത്തരവെന്ന വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാൽ. അടുത്ത വാക്യത്തിൽ ചോദിക്കുന്നു, നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവരോ? നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിന് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കണ്ടോ? കൊണ്ട് സമാപിക്കുന്നത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. പ്രശംസ മുഴുവൻ ആത്മാവിലായിരുന്നു. കർത്താവ് എനിക്ക് തന്നാന്ന് പറഞ്ഞ് തുടങ്ങി. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറഞ്ഞ് തുടങ്ങി. എന്നിട്ട് ഇതിനിടെ ജഡം കയറി വന്നു. ജഡം പ്രവൃത്തി കയറി വന്നു. ഞാനത് ചെയ്തിട്ടാന്ന് പറയാൻ തുടങ്ങി. ചെയ്യാൻ പ്രേരിപ്പിച്ചു. വിശ്വാസത്തിലാണ് തുടങ്ങി. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് പറഞ്ഞേ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പൊ ജഡം കൊണ്ടാണ് സമാപിപ്പിക്കുന്നേ. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? വെറുതെ എന്ന് വരികിൽ നിങ്ങളുടെ ഇടയിൽ ആത്മാവിനെ തന്ന് നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തി ചെയ്തവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ ഇത് ചെയ്തത്. അടുത്ത വാക്കം, നിങ്ങൾ ഇത്ര വായിച്ചോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. കണ്ടോ? എന്നിട്ട് വിശദീകരിക്കുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിടപ്പെട്ടു. നിങ്ങൾ ഫുള്ള് വായിച്ചോ, ഗലാത്യലേഖനം മുഴുവൻ പഠിച്ചോ. എന്താ ഇവിടുത്തെ വിഷയം? ഓരോ തവണ നിങ്ങൾ വിശ്വസിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ ജഡത്തെ ആശ്രയിക്കും. ജഡത്തെ ആശ്രയിക്കുന്നവൻ തോക്കും. കാരണം ജഡീക സ്വഭാവമാണ് താഴ്ച. ദൈവത്തെ ആശ്രയിക്കുന്നവൻ വിജയിക്കും. കാരണം ദൈവത്തിൻ്റെ ആശ്രയത്തിൽ വിശ്വസിക്കുന്നവനെ വിജയിപ്പിക്കുക ദൈവത്തിൻ്റെ കടമയാണ്. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തേ. അപ്പം എന്നാ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം? ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഹ്യൂമൻ പാർട്ട് എന്താണ്? ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. എങ്ങനെ 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 ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. എന്താ പറഞ്ഞത്? ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. അതെങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? അത് you know, I know, tell me, I want to know. അത് ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ പറ, ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് അതല്ല ഇത്ര പറ സാറേ. ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നേ? കൈ നമ്മൾ ഇടിച്ചിടിച്ചിടിച്ച് ഇല്ലാതാക്കണം. കാരണം കൈയുടെ പ്രവൃത്തിയാ പാപം. കണ്ണ് തിരുമി 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 താഴ്ത്തണം. ചൂഴ്ന്നെടുത്ത് കളയണം. കൈ ഇടിച്ച് പഴിപ്പിക്കുന്നത് ലഗ്യോൻ കയറിയ ഭൂതഗ്രസ്തനാ കേട്ടോ, യേശു കയറിയവനല്ല. മനസ്സിലായവർക്കായി സ്തോത്രം. ലഗ്യോൻ കയറിയ ഒരു ലഗ്യോൻ ഭൂതം കയറിയ ഭൂതഗ്രസ്തൻ ചെയ്ത കാര്യമാണ്. അവൻ ചങ്ങല കൊണ്ടും കാലുകൊണ്ടും എല്ലാം ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്നു. എടാ, യേശുവിൻ്റെ മാർഗം ശരീരത്തെ ദണ്ഡിപ്പിച്ച് കിട്ടുന്നതാണെങ്കിൽ ഇതര മാർഗങ്ങളും തമ്മിൽ എന്നാ വ്യത്യാസം? അവിടെയും പറയുന്നു ഇതുവഴി കുത്തി ഇതുവഴി എടുക്കുക. ഓക്കെ. അവിടെയും പറയുന്നു ഇതുവഴി കുത്തി ഇതുവഴി താത്ത. ഓക്കെ. അവിടെയും പറയുന്നു ഇങ്ങനെ തൂങ്ങ. ഇവിടെയും പറയുന്നു ദണ്ഡിപ്പിച്ച് അടിമയാക്ക്. കമോൺ. സെൽഫ് സാക്രിഫൈസ് എന്ന് പറയുന്നത് പോലും റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഈ ആശയം പഠിക്കണം പ്രിയരെ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഈ ആശയം പഠിക്കണം. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല അത്രേ.
ജഡ സ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾ കണ്ണുകുത്തി പൊട്ടിച്ചിട്ടല്ല, നിങ്ങളിൽ വസിച്ച അവന്റെ ആത്മാവാ. അവന്റെ ആത്മാവാ നിങ്ങളെ മാറ്റിമറിച്ച്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. When you are growing in the knowledge of Christ, നിങ്ങൾ ഇരിക്കുന്ന ക്രിസ്തുവിനെ അറിവിൽ, തിരിച്ചറിവിൽ, പരിജ്ഞാനത്തിൽ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ വളരുമ്പോൾ എന്നുള്ള ആശയത്തെക്കാൾ ഉപരി വളരുമ്പോൾ, ക്രിസ്തു നിങ്ങളിൽ വളരുമ്പോൾ, നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ മോഹങ്ങളെ പിടിച്ചടക്കുമ്പോൾ മോഹം അടിമപ്പെടും, മോഹത്തിന് ദണ്ഡനമുണ്ടാകും. നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ദേഹിയിൽ നിന്ന്, നിങ്ങളുടെ മൈൻഡിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മോഹം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, കാമം, ഈ വൈകാരികതകളെ പിടിച്ചടക്കുമ്പോൾ നിങ്ങളിലിരിക്കുന്ന ക്രിസ്തുവിനാൽ നിങ്ങളിലെ മോഹങ്ങൾക്ക് ദണ്ഡനമുണ്ടാകും. ശരീരത്തിന്റെ പ്രവൃത്തികൾക്ക് ദണ്ഡനമുണ്ടാകും. ശരീരത്തിന്റെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന മോഹങ്ങൾക്ക് ദണ്ഡനമുണ്ടാകും നിങ്ങളുടെ ആത്മാവിലിരിക്കുന്ന ക്രിസ്തുവിനാൽ. അതാ വാക്കിന്റെ അർത്ഥം. അല്ലാതെ ഇത് ഞാൻ ഇടിച്ചു പിടിച്ച് കുത്തി ചോരയെല്ലാം കൂടെ കളഞ്ഞ് ഞാൻ ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ്. വൈ ആം ഫാസ്റ്റിംഗ്? എന്താ ഫാസ്റ്റിംഗ് എന്നറിയാമോ? ഉപവാസം ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും വരത്തില്ല. ചുമ്മാ മുഖംപൊടി ധരിച്ച് പരീക്ഷനാകല്ലേ. ഉപവാസം ഇരുന്നിട്ട് ഒരു ചിന്തയും വന്നില്ലേ? സത്യം പറ, അന്നല്ലേ കൂടുതൽ ചിന്ത വന്നേ? ഞാൻ ഈ 14 ദിവസങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഒരു തികഞ്ഞ ആത്മീയനാണ്. 15-ാമത്തെ ദിവസം, 14 കഴിഞ്ഞല്ലോ ദണ്ഡനമൊക്കെ, 16-ാമത്തെ ദിവസം ഇങ്ങനെ പറ്റുമായിരുന്നെങ്കിലേ എന്തിനാ യേശു വന്നേ? നിങ്ങളൊരു 17, നിങ്ങളൊരു 42, ഒരു 80 ദിവസമൊക്കെ പഞ്ഞം കിടന്നങ്ങ് നന്നായ പോരായിരുന്നു. എന്റെ പൊന്നെ, ഇത് പറ്റൂല. പുറത്തെ കൽപ്പനയ്ക്ക് അകത്തെ വൈകാരികതയെ നിയന്ത്രിക്കാൻ പറ്റൂല. ഇതറിഞ്ഞിട്ടാ നിങ്ങളുടെ അകത്തെ മാറ്റാൻ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒരുത്തൻ വന്നു കയറിയിരിക്കുന്നേ. കരമടിച്ച് നന്ദി പറഞ്ഞു. ഇന്ന് നിങ്ങൾ അവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അവനെ സ്വീകരിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനുവദിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഞാൻ യേശുവിനെ അനുവദിക്കുമ്പോൾ ഏറ്റവും പുറകിലിരിക്കുന്നവർ മുതൽ ഈ ആലോചനയിൽ നിന്ന് നിറഞ്ഞ ഇവിടുന്ന് എഴുന്നേക്കാവുള്ളൂ. ഈ ഹോളിന്റെ ഏറ്റവും കോണിലിരിക്കുന്ന വ്യക്തി മുതൽ ഈ മുമ്പറ്റം വരെ മുഴുവൻ വ്യക്തികളും ഈ ആലോചനയിൽ നിറഞ്ഞിട്ട് ഇന്ന് ഇവിടുന്ന് എഴുന്നേക്കാവുള്ളൂ. എന്നാ കാര്യം എന്നറിയോ? യേശുവിൽ ഒരു ജീവിതമുണ്ട്. അത് പാപത്തിന് അടിമപ്പെട്ട ജീവിതമല്ല, പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ജീവിതം. കരമടിച്ചോ യേശുവിന് നന്ദി പറഞ്ഞേ. അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ടേ? ഞാനാ ചെയ്യുന്നത് മുഴുവൻ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന മുഴുവൻ യേശുവാന്നാ പറഞ്ഞേ. ഹലോ, ഞാനാ ചെയ്യുന്ന മുഴുവൻ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഞാനാ. ഇത് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചതായിട്ട് നിങ്ങൾ കണ്ടേ. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഇതെങ്ങനെയാ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് വെച്ചേ? ഞാൻ പറയും, നേരത്തെ ഇത് എടുത്തിട്ട് വെക്കേണ്ടതായിരുന്നല്ലോ. നേരത്തെ എടുത്തിട്ട് വെക്കാഞ്ഞതിൻ്റെ കാര്യം എൻ്റെ ഉള്ളിൽ യേശു വന്നിട്ടില്ല. ഇപ്പൊ എടുത്ത് വെച്ചതിൻ്റെ കാര്യം എൻ്റെ ഉള്ളിൽ യേശു വന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്ക് വെക്കാൻ പറ്റാഞ്ഞ. ഇന്ന് നേരത്തെ എടുത്ത് വെക്കണമെന്ന് ഞാൻ അറിഞ്ഞതാ, പക്ഷെ അന്ന് പറ്റിയില്ല. ഇന്ന് പറ്റിച്ചു. അതാ കറക്റ്റ് വാക്ക്. പറ്റിച്ചു എന്ന ആശയമല്ല, ഇന്നത് സാധ്യമാക്കി. ആര് സാധ്യമാക്കി? നിങ്ങളിൽ വന്നവൻ. പറഞ്ഞേ, എന്നിൽ വന്നവൻ. ഹല്ലേലൂയ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. പറഞ്ഞേ, എന്നിലുള്ളവൻ. നിങ്ങൾ ഇരിക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ. നിങ്ങളുടെ ശ്രമം ഒന്ന് നിർത്തിക്കേ. എന്നിട്ട് പറ, യേശുവേ, അങ്ങ് എന്നിൽ ശ്രമിക്കുന്ന ലൈഫിലേക്ക് ഞാൻ വരുന്നു. നന്ദി പറഞ്ഞേ. അലോ ക്രൈസ്റ്റ് ടു റൂൾ യു. യേശുവിനെ നിങ്ങളെ ഭരിക്കാൻ വിട്ടുകൊടുത്താട്ടെ. ഇതാണ് യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞത്. I accept Jesus as my Lord and my Savior. ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി
കർത്തൃത്വം നടത്തുന്നവനായി, ഭരിക്കുന്നവനായി, എൻ്റെ കർത്താവായി, എൻ്റെ മേൽ നിയന്ത്രിക്കുന്നവനായി എൻ്റെ യേശുവിനെ എൻ്റെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. കർത്താവേ, കർത്തൃത്വം നടക്കുന്നവനെ, നീ അവിടെ നില്ല, ഞാനൊന്ന് നോക്കട്ടെ. നേരത്തെ ഒത്തിരി നോക്കിയതല്ലായോ? കൊട്ടയിലിരുന്ന് കൊട്ട പൊക്കാൻ പറ്റുന്ന കാലത്ത് പ്രവൃത്തിയുടെ ഉപദേശം വിജയിക്കും. ഇരിക്കുന്ന കൊട്ട ഇരുന്നോണ്ട് പൊക്കാൻ മിടുക്കുണ്ടോ? കാണിക്കേ. ഇരിക്കുന്ന കസേര ഇരുന്നോണ്ട് പൊക്കാൻ മിടുക്കുണ്ടെങ്കിൽ കാണിക്കേ. അന്ന് നിങ്ങളുടെ പ്രവൃത്തികളുടെ രക്ഷ സാധ്യമാവും. നോ. ഓരോ തവണ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ വീഴും, വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വാഴും. Let me repeat again. പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വീഴും. യേശുവിനെ അനുവദിച്ച് നിങ്ങൾ ജീവിതത്തെ മാറ്റി നോക്കിക്കോ. ക്രിസ്തു റൂൾ ചെയ്യാൻ തുടങ്ങും. അവിടെ വലിയ വാഴ്ചയുണ്ട്. പാപം നിങ്ങളെ തൊടത്തില്ല. പാപം നിങ്ങൾക്കൊരു സീനയല്ല. സിൻകോൺഷ്യസിലായിരുന്നു ആൾക്കാർ ജീവിക്കുന്നത്. പാപം 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 പാപം. ആ ബ്രദർ പാപത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇരുട്ടിൻ്റെ ആളാ അല്ലേ? ഇരുട്ടിൻ്റെ വർണ്ണന കേൾക്കാൻ വന്നാ അല്ലേ? വെറുതെ സമയം ചെലവഴിക്കാന്നേ ഉള്ളൂ. ഞങ്ങൾ ഇരുട്ടിൻ്റെ വർണ്ണനയല്ല വർണ്ണിക്കുന്നേ, ഞങ്ങൾ വെളിച്ചത്തിൻ്റെ വാഹകരാണ്. ഞങ്ങളുടെ വിഷയം ആ മുറി മുഴുവൻ ഇരുട്ടാന്നുള്ളതല്ല. ഞങ്ങളുടെ വിഷയം ഞങ്ങളിൽ കത്തിയ വെളിച്ചമാ. ഓ, അതറിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് പറഞ്ഞ പാപം വാഴും, യേശുവിനെ കുറിച്ച് പറഞ്ഞ യേശു വാഴും. ഏതിന് നിങ്ങൾ എംഫസൈസ് കൊടുക്കുന്നോ അത് നിങ്ങൾ വാഴും. ഹല്ലേലൂയ. ഇന്ന് പാപം എനിക്കൊരു സീനയല്ല. ഹല്ലേലൂയ. അന്ന് ഞാൻ പാപത്തിന് എൻ്റെ അവയവത്തെ കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അവയവത്തെ പാപം എടുക്കുമായിരുന്നു. ഇന്ന് അതേ അവയവത്തെ കർത്താവ് എടുക്കുക. അവയവം അന്ന് അനീതിയുടെ ആയുധമായിരുന്നു, ഇന്ന് നീതിയുടെ ആയുധമാണ്. ഒന്ന് മിണ്ടിക്ക്, യേശുവേ നന്ദി. ഒച്ചത്തിൽ പറഞ്ഞ് യേശുവേ നന്ദി. ഓ, വായി തുറന്ന് പറഞ്ഞ് കർത്താവെ ഞാൻ അനുവദിക്കുന്നു. ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്താം. റോമർ 6:1, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്ന എങ്ങനെ? കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. വിശുദ്ധൻ്റെ കൃപ അശുദ്ധിയിൽ നിങ്ങളെ വലിച്ചിടുകയില്ല. നോ. അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ എന്തൊക്കെയോ ഗുണങ്ങൾ ആർക്കൊക്കെയോ ഉണ്ട്. ദയവ് ചെയ്ത് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ കൃപയ്ക്കെതിരെ സംസാരിക്കാൻ പോകണ്ട. വെറുതെ എന്തിനാ ഇരിക്കുന്ന കൊമ്പ് ഇരുന്നോണ്ട് മുറിക്കുന്നേ? ഇരിക്കുന്ന കൊമ്പ് ഇരുന്നോണ്ട് എന്തിനാ മുറിക്കുന്നേ? വലിയ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ സൈലന്റ് ആയ വിട്ടുകള. ഇന്ന് ഹൃദയം തുറന്ന യേശുവിനെ, ഞാനില്ല യേശുവേ, ഞാനില്ല, ഞാൻ ആയിരിക്കുന്ന കർത്താവിൻ്റെ കൃപയല്ല. എനിക്ക് ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റും ഇല്ല. കാരണം ക്രെഡിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ട് ചെയ്തതിന് ഉണ്ടാകേണ്ടതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നേലും ഞാൻ ചെയ്യുന്നെങ്കിൽ എന്നിൽ വരുന്ന യേശുവാ ചെയ്യിക്കുന്നേ. ഇന്ന് കരമടിക്കുന്ന എൻ്റെ കഴിവുകൊണ്ടല്ല. ഓ, ഇങ്ങനെയൊന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ കർത്താവിന് എന്ത് സന്തോഷമാണെന്നറിയാം. യേശു സകലം എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഞാൻ യേശുവിനെ ആശ്രയിക്കുമ്പം യേശുവിന് എന്ത് സന്തോഷം. നിന്നെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല യേശുവേ, നിന്നെ ഞാൻ അനുവദിക്കുന്നു. നീ എന്നിൽ വാഴുകയാ, നീ എന്നെ ഭരിക്കുകയാ. ഒന്ന് പറഞ്ഞേ യേശുവേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ യേശുവേ, നീ എന്നെ ഭരിക്കുകയാ, നീ എന്നെ നടത്തുകയാ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവൻ്റെ കൈൻഡ്നസ്, അവൻ്റെ കൃപയുടെ വലിയ ആഴങ്ങൾ നിങ്ങളിലേക്ക് വെളിപ്പെടുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം ഒരു വാക്യം കൂടെ ഒന്ന് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ അവയുടെ ദാക്ഷിണ്യത്തെ നീ നിരസിക്കുന്നുവോ? ഹല്ലേലൂയ. അപ്പോൾ ബ്രദറെ, ഒരു ചോദ്യം ഇതിനകത്ത് വരും. അപ്പോൾ ഇന്ന് നമ്മൾ പാപം ചെയ്യുന്നില്ലേ? പാപത്തിന് മരിച്ചവരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്ന് പാപം ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തെ പാപത്തെ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. ഇതിനകത്ത് വളരെ വ്യക്തമായൊരു കൺക്ലൂഷൻ റോമാലേഖനം 6-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. നാം ഇനി വായിച്ച വാക്യം, റോമാലേഖനം 6-ാം അധ്യായം, അതോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടെ കേട്ടില്ലേ, നഷ്ടമാട്ടോ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. എത്ര വാക്യം മോളെ? ഞാൻ എടുക്കുന്നത് 4-ാമത്തെ വാക്യം അല്ലേ? 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. നാം ഇനി പാപസമ്മതമായി മരിച്ചവനാണ് എന്ന അറിവ് കിട്ടിയ ശേഷം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുന്ന എങ്ങനെയാ? അതാ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി എങ്ങനെയാ? എനിക്ക് എങ്ങനെ എൻ്റെ കയ്യിൽ ഒരു പാപം വന്നു പോയാൽ എങ്ങനെയാ? അല്ലെങ്കിൽ ഇനി പാപത്തിന്
നാം ഇനി 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരണം. പാപശരീരത്തിന് നീക്കം വന്നാലേ നമ്മുടെ പഴയ മനുഷ്യൻ പാപശരീരത്തിന് നീക്കം വന്നാലേ പാപത്തിന് അടിമപ്പെടാതിരിക്കുള്ളൂ. ഹലോ, പാപശരീരത്തിന് നീക്കം വന്നാലേ പാപത്തിന് അടിമപ്പെടാതിരിക്കുള്ളൂ. പാപശരീരത്തിന് നീക്കം വന്നില്ലല്ലോ. നീക്കം വന്നായിരുന്നു ഇവിടെ ഇരുന്ന് ഇത് കേൾക്കത്തില്ലല്ലോ നിങ്ങളാരും. ശരീരം അത് തന്നെയല്ലേ? ആന്നോ? ഓക്കെ, ശരീരം അത് തന്നെയാണ്. പാപശരീരത്തിന് നീക്കം വരേണ്ടിയതിന് നമ്മുടെ പഴയ മനുഷ്യൻ കണ്ടോ, പാപശരീരത്തിന് നീക്കം വരണം, അതാണ് ലക്ഷ്യം. എൻ്റെ പാപശരീരത്തിന് നീക്കം വരണം. ഉറക്കെ പറഞ്ഞ, എൻ്റെ പാപശരീരത്തിന് നീക്കം വരേണ്ടിയതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ അറിവ് നമ്മളിൽ പടർത്തണം. ഏതറിവാ? എൻ്റെ പഴയ മനുഷ്യൻ. ഏതാ എൻ്റെ പഴയ മനുഷ്യൻ? പാപത്തിന് അടിമപ്പെടുന്ന എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്നും അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടെന്നും 3 യാഥാർത്ഥ്യമുണ്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൽ. ക്രൂശിക്കപ്പെട്ടു, കുഴിച്ചിടപ്പെട്ടു, ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നും കുഴിച്ചിടപ്പെട്ടു എന്നും ഉയർക്കപ്പെട്ടു എന്നും. ഒന്നുകൂടെ വായിച്ചു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതിന് പ്രാക്ടിക്കലാണ് പറയുന്നത്. കാരണം കുറേ തിയറി പറഞ്ഞിട്ടൊരു കാര്യമില്ല. പുസ്തകത്തിലെ പശു പുല്ല് തന്നെയല്ല. നോക്കിയോ വാക്ക്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ നമ്മുടെ പഴയ മനുഷ്യൻ. പറഞ്ഞേ, എൻ്റെ പഴയ മനുഷ്യൻ. ഏതാ എൻ്റെ പഴയ മനുഷ്യൻ? പാപത്തിന് മരിക്കാത്ത പഴയ മനുഷ്യൻ, അല്ലെങ്കിൽ പാപപ്രകൃതിയുള്ള എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ അറിവ് നമ്മളിൽ പടരുമ്പോഴാണ് ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുന്നത്. ഏതറിവ്? പാപം ചെയ്യരുത് എന്ന അറിവ് പടരുമ്പോ പാപം ചെയ്യാതിരിക്കും എന്നല്ല വചനം പറയുന്നേ. ഒരു നിമിഷം പ്ലീസ്, ഇതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു പോകും. ആരോടാ പറഞ്ഞാ? ടെലിവിഷൻകാരോടാ. ഇതോടെ ഒന്ന് ശ്രദ്ധിച്ചു പോകും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നോണ്ടല്ല, പാപം ചെയ്ത ശിക്ഷയുണ്ട് എന്ന് പറയുന്നോണ്ടല്ല, ഒരറിവിൽ നാം വളരുമ്പോഴാണ് ഇനി പാപം ചെയ്യാതിരിക്കുന്നത്. ഈ 6-ാമത്തെ വാക്യം അടിവരയിട്ട് പഠിക്കണേ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വചനം കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ പഠിക്കണേ. ഒന്നുകൂടെ വായിച്ചോ. ഞാൻ ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുന്നത് പാപം ചെയ്യരുത് എന്ന് കേട്ടിട്ടല്ല, പാപം ചെയ്യരുത് എന്ന പ്രസംഗം കേട്ടിട്ടുമല്ല. കാരണം പ്രസംഗം കേൾക്കുന്നതിന് മുമ്പേ എനിക്ക് തന്നെ അറിയാം പാപം ചെയ്യരുതെന്ന്. അറിയത്തില്ലേ? കൊല ചെയ്യരുത് എന്ന് പറയുന്നതിന് മുമ്പേ കൊല ചെയ്യരുതെന്ന് അറിയത്തില്ലേ? അറിയാം. മോഷ്ടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ നിങ്ങൾ മോഷ്ടിക്കരുതെന്ന് അറിയാൻ? കൊലപാതകം ചെയ്യരുത് എന്ന് സജിത് ബ്രദർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞേ കൊലപാതകം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണോ? ഇല്ല. ഞാൻ പറയും മുമ്പേ നിങ്ങൾക്കറിയാം മോഷ്ടിക്കരുത്, കൊലപാതകം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരനെതിരെ മോഹിക്കരുത്, ചെയ്യരുത്. പക്ഷെ എൻ്റെ പ്രശ്നം എന്നാ? ഇതൊക്കെ ഉള്ളപ്പോഴും ഞാൻ ചെയ്തു പോകുന്നു. ഹല്ലേലൂയ. കൽപ്പന പുറത്തുള്ളപ്പോഴും വികാരം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇനി ഒരു കൽപ്പന കൂടെ കിട്ടിയാൽ മാറുമെന്ന് ചിന്തിക്കണ്ട. അങ്ങനെയായിരുന്നു എന്നേ ലോകം നന്നായനെ. ഇവിടെ ഉപദേശിമാരുടെ കുറവല്ലല്ലോ. ഒരു കല്ലെറിഞ്ഞാൽ ഇന്നത്തെ കണക്ക് പ്രകാരം 9 എണ്ണത്തിന്റെ തലയിലെങ്കിലും വീഴും. സത്യം എന്നാന്നറിയോ? നമ്മളെ ആരും ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല. സത്യം അതാ, എനിക്കിഷ്ടമില്ല എന്നെ ആരും ഉപദേശിക്കുന്നത്. പിന്നെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറാണ്. ഓഫ് കോഴ്സ് തെറ്റ് സജിത തെറ്റാ എന്നാണ് ചൂണ്ടിക്കാണിച്ച. പക്ഷെ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറാണ്. കാരണം നമുക്കാർക്കും തെറ്റാവരം ഉള്ളവരൊന്നും അല്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. ആശയം നോക്കുമ്പോ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കണം. അതിനുള്ള ധൈര്യം കാണിക്കണം. ചെളിവാരി തെച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പം ശപിച്ചിട്ട് കാര്യമില്ല. കീറിക്കളയും ദൈവം തന്നെ, നീ ഇതിനെ അനുഭവിക്കടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നോ, ഹല്ലേലൂയ. അനുഭവിക്കാനൊന്നുമില്ല. യേശു സകല ക്രൂശിൽ അനുഭവിച്ചതാ. ഞാൻ വന്ന പോയിന്റിലേക്ക് വരാം. പാപം ചെയ്യരുത്
എന്നോട് പറയുന്നതുകൊണ്ടല്ല ഞാൻ പാപം ചെയ്യാത്ത. കൽപ്പന ഉള്ളതുകൊണ്ടോ കൽപ്പന ഇല്ലാത്തതുകൊണ്ടോ അല്ല. നമ്മൾ ചിന്തിക്കുന്നതാ. റോമർ 6:6 വചനം പറയുമ്പോൾ പറയുന്നു, ഞാൻ ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന് എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന അറിവിൽ ഞാൻ വളരേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ പടരേണ്ടിയ അറിവെന്താ? പറഞ്ഞേ, ഞാൻ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവനാ, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരാക്ഷൻ നിങ്ങൾ എടുക്കും മുമ്പേ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഈ ചിന്ത നിറയണം. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഈ ചിന്ത കർത്താവ് കൊണ്ട് നിറയ്ക്കും. അതാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഇന്ന് ഈ അറിവാ പടർത്തണ്ടേ. ഏതാ? ഞാൻ ആരാണെന്നുള്ള ബോധ്യം. ഹല്ലേലൂയ. ഞാൻ ഇന്നാൾ പറഞ്ഞ ഒരു ഉദാഹരണോടെ പറഞ്ഞ് ഞാൻ ടോപ്പിക്ക് തീർത്തു. ചാൾസ് രാജകുമാരൻ്റെ കൊച്ചുകാലം. ചാൾസ് രാജകുമാരൻ്റെ കൊച്ചുകാലം. ചാൾസ് രാജകുമാരൻ എന്നുള്ള പേരിന് വല്ല പ്രസക്തിയൊന്നും കൊടുക്കണ്ട. അത് ഏതെങ്കിലും ഒരു രാജകുമാരനായിക്കോട്ടെ. ചാൾസ് രാജകുമാരൻ എന്ന് തന്നെ കിട്ടോ? ഇല്ല, നിങ്ങളുടെ നാട്ടിലെ പേരിടണോ? മത്തായി എന്നിട്ടോ? ഓക്കെ. മത്തായി എന്ന രാജകുമാരൻ, രാജാവ് ഒരു ദിവസം പട്ടണത്തിലെല്ലാം ചുറ്റി വരുമ്പോൾ മത്തായി എന്ന് പറഞ്ഞ രാജകുമാരൻ അവിടുത്തെ തെരുവുപിള്ളേരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹമാസകലം ചെളി പറ്റിയിരിക്കുന്നു. അവൻ ആകെ വികൃതനായിരിക്കുന്നു. രാജകുമാരന് എല്ലാ പ്രൗഢിയിലും ജീവിക്കുന്ന രാജാവിൻ്റെ സ്വന്തം മോന തെരുവിൽ പോയി തെരുവുപിള്ളേരുടെ കൂടെ കളിച്ചിരിക്കുന്നു. തെരുവിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങി ഭക്ഷിച്ചിരിക്കുന്നു. രാജാവ് ഇങ്ങനെ രാജ്യം ചുറ്റി തിരിച്ചു വരുമ്പോഴാണ് ഇത് കാണുന്നേ. ഇതാ എല്ലാം വാങ്ങി ഭക്ഷിക്കുന്നു ഈ കൊച്ചൻ മത്തായി കുഞ്ഞ് ഇതെല്ലാം വാങ്ങി ഭക്ഷിക്കുന്നു. രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ ഒരു വൃത്തിനെ അയച്ചിട്ട് മത്തായി എന്ന രാജകുമാരനോട് പറഞ്ഞു, നീ ആരാന്ന് ഓർത്തിട്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നീ ആരാന്നൊന്ന് ഓർക്ക്, എന്നിട്ട് നീ കളിക്കാൻ പോകാൻ പറഞ്ഞു. വളരെ ചെറിയ വാക്ക്. നീ ആരാ എന്ന് ഓർത്തിട്ട് തിരിച്ചറിഞ്ഞിട്ട് നീ കളിക്കാൻ പൊക്കോളാൻ പറഞ്ഞു. ഓ, ആ വാക്ക് എന്നാ ഉണ്ട്. പക്ഷെ ഈ കൊച്ചൻ കളിക്കാതെ തിരിച്ചു വന്നു. ഇവന്റെ ദേഹത്തെ അഴുക്കല്ല ഇവൻ മാറ്റി. ഇവൻ രാജാവിന്റെ കൂടെ, മഹാരാജാവിന്റെ കൂടെ ഇരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവന്റെ നിലവാരമുള്ളവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. അവന്റെ ജീവിതം തന്നെ ആ ചിന്ത മാറ്റിക്കളഞ്ഞു. എന്നാ കാര്യം? അവൻ ആരാന്നുള്ള ബോധ്യം. ഇതേ മാറ്റുള്ളൂ. ചെളിക്കുഴിയിൽ നിന്ന് ഒരുത്തനെ തിരിച്ചെടുക്കണം. അവൻ ആരാന്ന് പഠിപ്പീര്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം? നമ്മൾ ആ ചെളിക്കുഴിയെ പോയി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമ്മൾ ആ ചെളിക്കുഴിയെക്കുറിച്ച് നമ്മളൊരു തിസീസ് എഴുതും. ഈ ചെളിക്കുഴിയുടെ റൂട്ട് വേർഡ് ഹമാർട്ടിയ എന്നാണ്. അത് 2 പദത്തിൽ നിന്ന് വന്നു ചേർന്നതാണ്. അത് ഗ്രീക്ക് അറാമിക് കൊളാബറേഷൻ ആണ്. ഈ കണ്ട കാലം മുതൽ ഗ്രീക്കിന്റെയും ഹീബ്രുവിന്റെയും കൊളാബറേഷൻ നടത്തിയിട്ട് ഒരാളും ചെളിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലല്ലോ. ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഈ സോയിൽ എവിടുന്ന് വന്നതാണ്? ഇത് ചീത്തയാക്കിയ വെള്ളം എവിടുന്ന് വന്നതാണ്? ഒരു കൂട്ടർ പറയുന്നത് ഇത് മെസോപ്പൊട്ടോമിയയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ്. വേറൊരു കൂട്ടർ പറയുന്നത് ഇത് നൈൽ നദിയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ്. വേറൊരു കൂട്ടർ ഇത് പാലസ്തീനിലെ ഞങ്ങൾക്കറിയാവുന്ന സംഭവമായത്, ഇത് ഇവിടുന്ന് വന്ന വെള്ളമാണ്. അവസാനം അതിൻ്റെ ടെസ്റ്റിങ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴും ചെളിക്കുഴിയിൽ ഓരോന്ന് കമന്നു വീണ് മരിച്ചുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് ചെളിക്കുഴിയുടെ പഠിപ്പീര് മനസ്സിലാക്കാതെ, ചെളിക്കുഴിയെക്കുറിച്ച് പഠിക്കാതെ, നരകം കത്തുന്നു, അവിടെ പുഴു ചാകുന്നില്ല. നരകം കത്തുന്നു, അവിടെ പുഴു ചാകുന്നില്ല. ആന്നോ? എങ്ങനെ അറിഞ്ഞു? നരകം കത്തുന്നു, അവിടെ പുഴു ചാകുന്നില്ല. അതെന്നെ ഇവിടെ പറയാൻ കാര്യം? നരകത്തിന്റെ കണക്കെടുക്കാൻ വന്നതാണോ? സ്വർഗത്തിൽ ആളെ കയറ്റാൻ വന്നതാണോ? എന്റെ സീനയല്ല എനിക്ക് നരകം. കാരണം ഞാനും എൻ്റെ കൂടെ ഉള്ളവരും അവിടെ പോകാനുള്ളവരല്ല. വല്ല വിധേനയും അതിന്റെ ഭീകരത വർണ്ണിച്ചിട്ടല്ല, സ്വർഗത്തിന്റെ ശ്രേഷ്ഠത വർണ്ണിച്ചിട്ടാ ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണ്ടേ. കൃപ പാപത്തിൽ തുടരാനുള്ള അനുമതിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ നോ. വിശുദ്ധന്റെ കൃപ ഓരോ ദിവസവും വിശുദ്ധരാക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരു 4-5 വർഷമായി ലോകമെമ്പാടും ലക്ഷക്കണക്കിന്
വ്യക്തികൾ കൃപയിൽ ജീവിതം മാറിയത് ഞാൻ കണ്ണാലെ കാണുന്നു. ഹല്ലേലൂയ. ഇത് പ്ലാസ്റ്റിക് ഫ്രൂട്ട് അല്ല, ഇത് റൂട്ടിൽ നിന്ന്, സീഡിൽ നിന്നുണ്ടായ ഫലമാണ്. താങ്ക് യു ജീസസ്. കർത്താവേ, ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ കേൾക്കുന്നവർ, പാലായിലെ ഇത്രയും മക്കൾ എന്നെ കേൾക്കുന്നു. ഈ തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ചയും പാലായിൽ ശുശ്രൂഷിക്കുന്ന ഈ തിങ്കളാഴ്ചത്തെ ശുശ്രൂഷ അനേകർക്ക് ഒരു വിടുതലായി മാറുന്നതിനായി സ്തോത്രം. യേശുവേ നാഥ, ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്ത്തിന്റെ പരാജയം അറിഞ്ഞിട്ടും സ്വയത്തോൽവി അറിഞ്ഞിട്ടും ജയിക്കാൻ പറ്റാതെ പരാജയപ്പെട്ട് കിടക്കുമ്പോഴും എന്നേലും ജയിക്കാൻ പറ്റുമെന്ന ആശയത്തിൽ വ്യക്തികളെ നടത്തുന്നവരോട് ക്ഷമിക്കണമേ നാഥ. ഞങ്ങൾ ഇന്ന് ആ കൃപയെ കംപ്ലീറ്റ് ശരണപ്പെടുകയാണ്. ഞങ്ങളായിരിക്കുന്ന അങ്ങയുടെ കൃപ മാത്രമാ കർത്താവേ. ലോർഡ്, ഞങ്ങളോടുള്ള വലിയ ദയക്കായിട്ട് നന്ദി. ഇതറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഒരു നഷ്ടമായേനെ. ഇത് ഞങ്ങളെ അറിയിച്ചല്ലോ, ഇത് ഞങ്ങളെ അറിയിച്ചല്ലോ. യേശുവിനെ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ, കൃപക്കകത്ത് വിശുദ്ധി ഓരോ ദിവസവും നിന്റെ മക്കളെ പ്യൂരിഫൈ ചെയ്യുന്നതിനായിട്ട് നന്ദി. ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയവനെ, അവിടുത്തെ ആ പൂർത്തി കംപ്ലീറ്റ് ആണല്ലോ, ആ പ്രവൃത്തി കംപ്ലീറ്റ് ആണല്ലോ. ഞങ്ങളിൽ ആ കംപ്ലീറ്റ് അങ്ങ് വരുത്തിയതിനായിട്ട് നന്ദി യേശുവേ. ഞങ്ങളുടെ ഒരു പ്രവൃത്തിയും പരിഗണിക്കാതെ ഞാൻ ഓരോ തവണ യേശുവിന് നന്ദി പറയാനായിട്ട് എൻ്റെ വായി തുറക്കുമ്പോഴും യേശു എന്നോട് പറയും, മോനെ, നിനക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്തു വന്നേ. ഓ, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് മുഴുവനും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത്. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ പാപം നിന്നെ ബന്ധിച്ചു വെച്ചിരുന്നു. ഇന്ന് ശംഖ് തകരട്ടെ, കണ്ണു നിറയട്ടെ, ഉള്ളം പൊടിയട്ടെ. അതാ ഞാനായിരിക്കും ഞങ്ങളുടെ കൃപയാണെന്ന് പറഞ്ഞേ. യേശുവേ, we love you Jesus. നീ എന്നെ ചേർത്ത് പിടിച്ചല്ലോ, നീ എന്നെ മറച്ചു പിടിച്ചല്ലോ. ഞാൻ അങ്ങേ വിട്ട് ദൂരെ പോകില്ല. എത്ര പേര് പാടും? ഉള്ളിലിരിക്കും ഓ യേശുവേ, എനിക്കങ്ങേ വിട്ട് ദൂരെ പോവാനില്ല. ഉള്ളിലിരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ട് ദൂരെ പോകില്ല. സമയത്ത് അപ്പനായിടും, ആപത്തു സമയത്തു നീ എന്റെ കൂടെ ഒന്ന് പാടിക്കേ. കൃപയുടെ ഒരു വലിയ ആശ്ലേഷണം, കൃപയുടെ വലിയൊരു ആശ്ലേഷണം. ഇന്ന് സ്വയനീതിയിൽ തോറ്റു കിടക്കുന്ന ആരെയൊക്കെയോ ദൈവനീതിയാൽ കർത്താവ് മറച്ചു പിടിക്കുന്നു. ഒരുപാട് തീരുമാനങ്ങൾ വ്യക്തിപരമായി എടുത്ത് പരാജയപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ യേശു പറയുന്നു, ഞാൻ വരാതെ സ്വയമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനുണ്ടേല് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല. ഞാൻ ശക്തനാക്കുമ്പോഴാണ് നീ സകലത്തിനും മതിയാകുന്നത്. ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, പൂർണ്ണമായിട്ട് ആശ്രയം വെക്ക്. പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരോട് യേശു സംസാരിക്കുന്നു. ഇവിടെ ജയമോ പരാജയമോ ഇല്ല സ്നേഹിതനെ. യേശു വിളിക്കുന്നു,
ഇന്ന് നീ ചെയ്യുന്ന മിനിസ്ട്രി ഒത്തിരി എഫേർട്ട് ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ പകുതി എഫേർട്ട് കൊണ്ട് ഇതിൽ 10,000 മടങ്ങ് റിസൾട്ട് ഉള്ളതാക്കി ശുശ്രൂഷയെ തീർക്കാൻ കരുണാസമ്പന്നന്റെ കാരുണ്യം ഒരു നദി പോലെ ഇന്നെന്നെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഈ കൃപ വിട്ട് അവര് പോകാൻ അങ്ങ് അവരെ അനുവദിക്കത്തില്ലല്ലോ. ഏതെല്ലാം തെറ്റിദ്ധാരണകൾ ആരെല്ലാം വരുത്തിയാലും വ്യക്തിപരമായ ജീവിതത്തിന്റെ രഹസ്യം യേശു അന്ന് ഞങ്ങളെ വിശുദ്ധരാക്കിയതാണ് എന്ന് ഞങ്ങൾ അറിയുന്ന യേശുവേ, ഇന്ന് ആ വിശുദ്ധി എന്നെ കേൾക്കുന്ന കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. പാപത്തോട് പ്രാണത്യാഗത്തോട് അവർക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയുന്നത് യേശു അവരിൽ വന്നതുകൊണ്ടാണല്ലോ, യേശുവിനെ അവരെ അനുവദിച്ചത് കൊണ്ടാണല്ലോ. അല്ലായിരുന്നെങ്കിൽ നേരത്തെ അവരെ എതിർത്ത് നിൽക്കേണ്ടതായിരുന്നല്ലോ നാഥ. എന്നാൽ എതിർത്ത് നിൽക്കാൻ അവർക്ക് ഇന്ന് കഴിയുന്നത് അവരിൽ യേശു വന്നുകൊണ്ടാണല്ലോ. ആ ജയജീവിതത്തിലേക്ക് ആ മക്കളെ നടത്തിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം ക്രൂശിലെല്ലാം യേശു ചെയ്തപ്പോൾ ഞങ്ങളെ അതിലേക്ക് നടത്തിയതിനായിട്ട് നന്ദി പറയുന്നു. ഈ ആയുസം മുഴുവൻ താതന്റെ മാറിലെ ആ ചൂട് അനുഭവിച്ച് ആ പാദത്തിൽ കിടന്നുറങ്ങാൻ യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്ന ദാസനായിട്ടല്ല, അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്ന മകനായിട്ട്, അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്ന മകനായിട്ട്, അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്ന മകനായിട്ട്, യജമാനന്റെ കയ്യിൽ നിന്ന് വല്ലതും വീഴുമോ എന്ന് ചിന്തിക്കുന്ന ദാസനായിട്ടല്ല, അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്ന പ്രിയ മകനായിട്ട് ഞങ്ങളെ നിർത്തിയതിനായിട്ട്, നിർത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട്, നിർത്തുന്നതിനായിട്ട്, അത് 3 യേശു ഉള്ളിൽ വന്ന് ചെയ്യുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഇന്ന് അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ഈ മക്കളുടെ മേൽ വീഴട്ടെ. അവർ ഈ വചനത്താൽ പരിപോഷിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.